والسلام على سيدنا محمد أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الجنة التي نورث من عبادنا من كان تقيا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وصلي صلاة تملأ الأرض والسماء على من له أعلى الأنام تبوأ، أقيم مقام لم يقم فيه مرسل، وأنخت له هجب الجلال توطأ، إلى العرش والكرسي يحمل قدنا، ومن دوننا من نوره يتلألأ. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ആദരണീയനായ സയ്യിദന്മാരെ, ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഗണ്യരായ കാരണവന്മാരെ, സ്നേഹമുള്ള യുവാക്കളെ, സഹോദര സഹോദരിമാരെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് സുന്നികളുടെയും ക്ലാസ് റൂമിലൂടെ നമ്മുടെ ഈ വായന ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരിമാർ, അല്ലാഹു നമ്മെ എല്ലാവരെയും നമുക്ക് വേണ്ടപ്പെട്ടവരെ അവൻ തൃപ്തിപ്പെട്ട അവന്റെ മുഖറബീങ്ങളായ മെഹബൂബീങ്ങളിൽ പെടുത്തി തരുമാറാവട്ടെ. കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരികയും ഇനിയുള്ള ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാത്ത പരിശുദ്ധ ജീവിതം കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. 10-11 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ മതപ്രസംഗ പരമ്പരയുടെ ആദ്യ ദിവസമായ ഇന്ന് ഈ മജ്‌ലിസുകളെല്ലാം നാളെ സ്വർഗത്തിൽ വെച്ച് കൺകുളിർക്കെ കണ്ട് ആനന്ദിക്കത്തക്ക വിധത്തിൽ നമുക്കെല്ലാവർക്കും ഇതിനുവേണ്ടി സഹായ സഹകരണങ്ങൾ ചെയ്തവർക്കും ഇത് വിജയിപ്പിക്കാൻ വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും ആ മഹത്തായ ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. വളരെ വിശാലമായി ചിന്തിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരല്പസമയം കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യരായ നാം ഭൗതിക ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമായ ഒരു ചോദ്യത്തിന് മറുപടി കണ്ടെത്തേണ്ടതുണ്ട്. നാം എന്തിനാണ് ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണ് എന്നതിന്റെ മറുപടി കണ്ടെത്തിയവർ വിജയിച്ചവരാണ്. പടിഞ്ഞാറ് കടലിലെ തിരമാലകളോട് മല്ലടിച്ച് ശക്തമായ കാറ്റും കോളും വന്നു അറബിക്കടലിൽ എന്റെ ജീവിതത്തിന്റെ അന്ത്യം ഇവിടെ തന്നെ എന്ന് ചിന്തിച്ച പല ആപ്പിൾ ഘട്ടങ്ങളും തരണം ചെയ്ത് കഠിനമായി ജോലി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളോട് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് കടലിൽ പോയി ജോലി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ജീവിക്കണ്ടേ ഉസ്താദേ,
അതിനുവേണ്ടിയുള്ള പെടാപാടാണ്. ശക്തമായ പാറക്കല്ലുകൾ ഇടിച്ചു പൊളിച്ച് തെങ്ങന്തൈ വെച്ച് നെഞ്ചു കല്ലാക്കി അധ്വാനിക്കുന്ന തൊഴിലാളിയോട് ചോദിച്ചാൽ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവന്റെയും മറുപടി ജീവിക്കണ്ടേ എന്നതാണ്. കുടുംബത്തെയും വിട്ട് ആരോഗ്യ കാലഘട്ടം മുഴുവനും ഗൾഫ് രാജ്യങ്ങളിലെ കഠിനമായ ചൂടിനോടും മരുഭൂമിയോടും മല്ലടിച്ച് രോമം കരിഞ്ഞു വാസനിക്കത്തക്ക തീച്ചൂളയും അവന്റെ ജീവിതത്തിന്റെ മുഖ്യഭാഗങ്ങളും ചെലവഴിക്കുന്ന പ്രവാസിയോട് ചോദിച്ചാൽ എന്തിന് ഈ ഗൾഫിൽ വന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കണം എന്ന് ചോദിച്ചാൽ അവന്റെയും മറുപടി ജീവിക്കണ്ടേ എന്നാണ്. ഭാരമേറിയ ജോലികൾ ചെയ്യുന്നവരോടും വളരെ ലഘുവായ ജോലി ചെയ്യുന്നവരോടും ആരോട് ചോദിച്ചാലും നിങ്ങൾ എന്തിന് തൊഴിൽ ചെയ്യുന്നു, നിങ്ങൾ എന്തിന് അധ്വാനിക്കുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ ഒക്കെ മറുപടി ജീവിക്കണം എന്നതാണ്. പക്ഷേ അതിന്റെ പിന്നിലൊരു ചോദ്യം, എന്തിന് ജീവിക്കുന്നു? ഈ ഭൗതിക ലോകത്ത് നാം ജീവിക്കുന്നത് എന്തിനാണ് എന്നതിനെ കുറിച്ച് നാം ചിന്തിച്ചു നോക്കിയാൽ പലരുടെയും മറുപടി പലതായിരിക്കും. അതിനൊരു യഥാർത്ഥ മറുപടി കണ്ടെത്തിയ ആളുകൾ യഥാർത്ഥത്തിൽ വിജയിച്ചവരാണ്. അവരാണ് വിജയിച്ചവർ. എന്താണ് ഭൗതിക ലോകത്ത് ജീവിക്കുന്നതിന്റെ ലക്ഷ്യം? ഗൾഫിൽ ചെന്ന് അധ്വാനിക്കുകയും ശക്തമായ പാറക്കല്ലുകളോട് പടവെട്ടി അത് നെഞ്ച് കല്ലാക്കി കൊത്തിപ്പൊളിച്ച് തെങ്ങന്തൈ വെച്ച് നിരപ്പാക്കി ജീവിക്കുന്ന തൊഴിലാളികളോട് ചോദിച്ചാലും ഏവരോട് ചോദിച്ചാലും ഈ ജീവിതകാലത്തിന്റെ മുഖ്യഭാഗങ്ങളും ആരോഗ്യങ്ങളും മുഴുവനും ഈ ഭൗതിക ലോകത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഈ ഭൗതിക ലോകം, അവന്റെ വീടും അവന്റെ പറമ്പും അവന്റെ സർവസ്വവും, ഈ ദുനിയാവ് സമ്പാദിച്ച് സുഖകരമായി ജീവിക്കണം, നല്ല നിലക്ക് സന്തോഷമായി കഴിഞ്ഞുകൂടണം, നല്ല ഒരു വീട് വേണം, കുറെ പറമ്പ് വേണം, അങ്ങനെ ദുനിയാവ് കുറെ സമ്പാദിക്കണം എന്നതാണ് അതിന്റെ മറുപടിയെങ്കിൽ ഭൗതിക ലോകത്ത് ജീവിക്കുന്നതിന്റെ താല്പര്യം, ഗൾഫിൽ പോയി അധ്വാനിക്കുന്നതിന്റെ ഉദ്ദേശ്യം നല്ല ഒരു വീട് വെച്ച് കഴിഞ്ഞുകൂടണമെന്നാണ് ഉദ്ദേശ്യമെങ്കിൽ അതെത്രമാത്രം നമുക്ക് ഉപകരിക്കുമെന്ന് ഒരു വേള നാം ചിന്തിച്ചാൽ, ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എപ്പോൾ മരണമടഞ്ഞോ ആ സമയത്ത് നമ്മുടെ വീടും നമ്മളും തമ്മിലുള്ള ബന്ധം അറ്റുപോയി. അവസാന ശ്വാസം വലിച്ചുവിടുന്നതോടുകൂടി, കണ്ണടക്കുന്നതോടുകൂടി നമ്മുടെ വീട് നമുക്കൊരവകാശവുമില്ലാത്തതായി മാറി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് നമുക്കൊരു വീട് വേണമെന്നത്, നല്ല ഒരു വാഹനം വേണം, ഭാര്യ വേണം, മക്കള് വേണം, കുടുംബം വേണം, നല്ല വസ്ത്രങ്ങൾ വേണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. അതിനാണ് ഇവിടെ കിടന്ന് അധ്വാനിച്ചത് മുഴുവനും. എന്നാൽ ഇപ്പോൾ ഞാനങ്ങ് കണ്ണടച്ചാൽ നാളെ ഈ സമയം ഖബറിൽ നമ്മോട് ചോദ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറിന് മുൻപ് ഖബറിൽ നമ്മോട് ചോദ്യം നടക്കും. പക്ഷേ 24 മണിക്കൂർ ആകേണ്ട, അവസാന ശ്വാസമങ്ങ് വിട്ട് കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരുടെയും മക്കളുടെയും കുടുംബത്തിന്റെയും ആവശ്യം ഈ മരിച്ച വ്യക്തിയെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ച് 6 അടി മണ്ണിന്റെ ഉള്ളിൽ മറവ് ചെയ്യണം. ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീട് നടക്കുന്നത്. സഹോദരാ, ചിന്തിച്ചു നോക്കൂ, ഞാൻ മരിച്ചാൽ എവിടെ വെച്ചാണ് എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത്? ഞാൻ ഇന്നലെ വരെ അധ്വാനിച്ചത്, എന്റെ ജീവിതം മുഴുവനും ഗൾഫ് രാജ്യത്ത് തുലച്ചത്, ഇവിടെ കിടന്ന് ശക്തമായ പാറക്കല്ലുകളോട് മല്ലടിച്ചത്, അറബിക്കടലിന്റെ തിരമാലകളോട് അധ്വാനിച്ച് പടവെട്ടിയത്,
അങ്ങനെ ഉണ്ടാക്കിയ എന്റെ വീട്, ആ വീടിന് വേണ്ടിയാ ഞാൻ ഈ കഷ്ടപ്പെട്ടത് മുഴുവനും. ആ വീട്ടിൽ കിടന്നുകൊണ്ട് എന്റെ അവസാനത്തെ കുളിപ്പിക്കാൻ അവിടെ കൂടിയവർ സമ്മതിക്കുമോ? മനോഹരമായ സൗധം, നല്ല ഗ്രാനൈറ്റ് വിരിച്ച, നല്ല മാർബിൾ വിരിച്ച സുന്ദരമായ ബെഡ്റൂം, ഈട്ടിയുടെയോ തേക്കിന്റെയോ പോളിഷ് ചെയ്ത സുന്ദരമായ കട്ടിൽ, മിനുസമേറിയ ബെഡ് വിരിച്ച് അതിലാണ് ഞാൻ കിടന്നത്. അതിൽ കിടന്നാ മരിച്ചത്. പക്ഷേ ഞാൻ ഇന്നലെ വരെ കിടന്ന എന്റെ ബെഡ്റൂമിൽ വെച്ച്, എന്റെ പ്രൈവറ്റ് റൂമിൽ വെച്ച്, എന്റെ ഭാര്യയും ഞാനും സല്ലപിച്ച് ഇന്നുവരെ ജീവിച്ച ആ റൂമിൽ വെച്ച് എന്നെ കുളിപ്പിക്കുമോ? കൂടിയവരൊക്കെ പറയും അവിടെ വെച്ച് കുളിപ്പിക്കേണ്ട. എന്താ അവിടെ വെച്ച് കുളിപ്പിച്ചാൽ വെള്ളം ഒഴിഞ്ഞു പോകാൻ പുറത്തേക്ക് ഓവിട്ടിട്ടില്ല, അത് ഇടാൻ മറന്നുപോയി, അതുകൊണ്ട് അവിടെ വെച്ച് കുളിപ്പിക്കേണ്ട. എന്നാ ഒരു ഓവൊന്ന് കുത്തിയ പോലെ അതൊരു അരമണിക്കൂർ സമയത്തേക്ക് ഈ സുന്ദരമായ മാർബിൾ കല്ല് പൊട്ടിക്കണമോ? ഈ ഗ്രാനൈറ്റ് പൊട്ടിക്കുകയോ? അതിന് സമാനമായ ഒരു കല്ല് കിട്ടിയില്ലെങ്കിൽ ഈ കല്ല് തന്നെ വാപ്പ എത്ര കഷ്ടപ്പെട്ടാണ് കൊണ്ടുവന്നത്, എവിടെ പോയിട്ടാ ഇത് തെരഞ്ഞുപിടിച്ച് കൊണ്ടുവന്നത്? ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട ആ മാർബിൾ അത് പൊട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം? അരമണിക്കൂർ സമയത്തേക്ക് വേണ്ടി നമുക്ക് നല്ല ഷീറ്റുണ്ട്, ആ ഷീറ്റ് കൊണ്ടുവന്നു ഒരു താൽക്കാലിക മറ കെട്ടി, ഒരു കർട്ടൻ കെട്ടി അതിന്റെ ഉള്ളിൽ കിടത്തി കുളിപ്പിക്കാം. അവസാനത്തെ എന്റെ കുളി എന്റെ വീടിന്റെ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞു. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുളി, ഈ ദുനിയാവിൽ നിന്ന് പോകുമ്പോഴുള്ള അവസാനത്തെ കുളി, ഇന്ന് വരെ എന്റെ ജീവനും ആരോഗ്യവും മുഴുവനും ഞാൻ കൊടുത്തു അധ്വാനിച്ചുണ്ടാക്കിയ, ഞാൻ സമ്പാദിച്ച എന്റെ ജീവിതാഭിലാഷമായ ആ വീട്ടിൽ കിടന്നുകൊണ്ട് എന്റെ അവസാനത്തെ കുളിക്കാൻ പറ്റില്ല, എന്നെ കുളിപ്പിക്കുകയുമില്ല. വീടിന്റെ സൈഡിലേക്ക് താൽക്കാലികമായ ഒരു ഷീറ്റ് കെട്ടി, ഒരു കർട്ടൻ കെട്ടി, ഒരു മറ കെട്ടി അതിന്റെ ഉള്ളിലേക്ക് ഇറക്കിക്കളയും. എന്നാൽ ഞാൻ ഇന്നലെ ഏത് കട്ടിലിൽ കിടന്ന് മരിച്ചുവോ ആ കട്ടിലിൽ കിടന്ന് കുളിപ്പിക്കുമോ? അതിലും കിടത്തി എന്നെ കുളിപ്പിക്കുകയില്ല. പിന്നെ അതിന്റെ പോളിഷ് നഷ്ടപ്പെടും. അതിൽ ചുടുവെള്ളവും സോപ്പും താളിയൊക്കെ ഉപയോഗിച്ചാൽ അതിന്റെ പോളിഷ് നഷ്ടപ്പെട്ടു പോകും. ചുടുവെള്ളം എന്ന് ഞാൻ പറഞ്ഞു പോയതാ. മയ്യിത്ത് കുളിപ്പിക്കേണ്ടത് ചൂടുവെള്ളം കൊണ്ടല്ല, മയ്യിത്ത് കുളിപ്പിക്കേണ്ടത് തണുത്ത വെള്ളം കൊണ്ടാണ്. ഒന്നാമത് കടലിലെ വെള്ളം കൊണ്ടാണ് കുളിപ്പിക്കേണ്ടത്. പറഞ്ഞപ്പോൾ ഞാൻ അതാരും തെറ്റിദ്ധരിക്കണ്ട എന്ന് വിചാരിച്ച് കൂട്ടിച്ചേർത്തു എന്ന് മാത്രം. ചൂടുവെള്ളം സാധാരണ നാട്ടിലൊരു നടപ്പുണ്ട്. മയ്യിത്ത് ഒരാൾ മരിച്ചു, ആ മരിച്ച വീട്ടിൽ നമ്മൾ കടന്നു ചെന്നാൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നടത്താറുണ്ട്. മയ്യിത്ത് കുളിപ്പിക്കേണ്ടത് ചുടുവെള്ളം കൊണ്ടല്ല. എപ്പോഴാണ് മയ്യിത്ത് ചുടുവെള്ളം കൊണ്ട് കുളിപ്പിക്കുക? സോപ്പും താളിയും ഉപയോഗിക്കാൻ സൗകര്യപ്പെടാതെ ആ മയ്യിത്തിന്റെ ശരീരത്തിലുള്ള അഴുക്ക് നീക്കിക്കളയാൻ സോപ്പോ താളിയോ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയും ഈ ചുടുവെള്ളം കൊണ്ട് മാത്രമേ ആ മയ്യിത്തിന്റെ ശരീരത്തിലുള്ള അഴുക്ക് കളയാൻ കഴിയുകയുള്ളൂ എങ്കിൽ മാത്രമേ ചുടുവെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മയ്യിത്തിനെ കുളിപ്പിക്കേണ്ടത് ചൂടുള്ള വെള്ളം കൊണ്ടല്ല, സാധാരണ കിണറ്റിൽ നിന്ന് മുക്കിയ വെള്ളം കൊണ്ടാണ്. തണുത്ത വെള്ളം എന്ന് പറയുമ്പോ ഫ്രീസറിൽ വെച്ച ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന വെള്ളം കൂട്ടി തണുപ്പിക്കുകയും വേണ്ട, സാധാരണ കിണറ്റിലെ വെള്ളം കൊണ്ട്. ഒന്നാം സ്ഥാനം കടലിലെ വെള്ളം കൊണ്ട് കുളിപ്പിക്കലാണ്, ഉപ്പ് വെള്ളം കൊണ്ട് കുളിപ്പിക്കലാണ്. ഉപ്പ് നമ്മളിട്ട് കലക്കിയ വെള്ളം പറ്റില്ല, കടലിൽ നിന്ന് മുക്കിക്കൊണ്ടുവന്ന വെള്ളമാണെങ്കിൽ വളരെ നല്ലത് അതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഈ ഉപ്പുവെള്ളമോ അല്ലെങ്കിൽ വെള്ളവും സോപ്പും ഒക്കെ ചേർന്നിട്ട് ആ കട്ടിലിന്റെ പോളിഷ് നഷ്ടപ്പെടില്ലേ? അതുകൊണ്ട് ആ വെള്ളം കൊണ്ടും കുളിപ്പിക്ക, ആ കട്ടിലിൽ കിടന്ന് കുളിപ്പിക്കണ്ട, അതിന്റെ പോളിഷ് കളയേണ്ട. ഈ കട്ടിലുണ്ടാക്കാൻ എന്റെ വാപ്പ എത്രമാത്രമാണ് കഷ്ടപ്പെട്ടത്. പിന്നെ എന്തിൽ വെച്ചാണ് കുളിപ്പിക്കുന്നത്? ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട ഒരു കട്ടിലുണ്ട്, അത് വാപ്പാന്റെ വാപ്പ കിടന്ന തറവാട് കട്ടിലാണ്. അത് വാപ്പാക്ക് വളരെ ഇഷ്ടവുമാണ്. തറവാട് ഓഹരി ചെയ്തപ്പോൾ വാപ്പക്ക് വാപ്പാന്റെ സ്വത്തായിട്ട് കിട്ടി കൈമാറിപ്പോന്ന ഒരു കട്ടിലുണ്ട്. പഴയ മോഡൽ കട്ടിലും ദ്രവിച്ചു തുടങ്ങിയതുമായതുകൊണ്ട് ഈ വീട് മനോഹരമാക്കിയപ്പോൾ അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് അത് ഭംഗിയല്ല. അതിനാൽ അതിന്റെ കാലുകളെല്ലാം അഴിച്ചുകൊണ്ട്
അതെവിടെയോ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും, ഇതെന്റെ വല്യാപ്പ് കിടന്ന കട്ടിലാണ്. അങ്ങനെ നോക്കിപ്പോഴും അത്രയും എന്റെ വാപ്പ സ്നേഹിച്ച ഒരു കട്ടിലുണ്ട്. ആ പഴയ തറവാട് കട്ടിൽ കൊണ്ടുവന്ന് ഒരാശാരിയെ വിളിച്ചുകൊണ്ട് അതിന്റെ കാലുകളെല്ലാം ആണിവെച്ച് നേടി ഉറപ്പിച്ച് തൽക്കാലം 1 മണിക്കൂർ സമയത്തേക്കല്ലേ അതിൽ കിടത്തി കുളിപ്പിക്കാമെന്ന് പറഞ്ഞു ആ മയ്യത്തിനെ ആ കട്ടിലിൽ കിടത്തി കുളിപ്പിക്കുന്നു. സ്വന്തം വീട്ടിൽ നിന്ന് മയ്യത്ത് പുറത്തിറക്കി കളഞ്ഞു. ഇതുവരെ കിടന്ന കട്ടിലിൽ പോലും അവസാനത്തെ കുളിപ്പിക്കുകയില്ല. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് എന്നെയും നിങ്ങളെയും കുളിപ്പിക്കുമ്പോൾ ജീവിതകാലത്ത് ഞാൻ കുളിക്കുന്ന സമയത്ത് ബാത്റൂമിന്റെ വെന്റിലേറ്ററിന്റെ മുകളിൽ കൂടി ഒരാൾ എത്തിപ്പാടി നോക്കിയാൽ, വാതിലിന്റെ പഴുതിൽ കൂടി ഒരാൾ നോക്കിയാൽ ഞാൻ അവന് വെറുതെ വിടുമോ? ശരിക്കും ഞാനൊരു തോർത്തുമുണ്ട് ധരിച്ചാണ് കുളിച്ചിരിക്കുന്നത്. ഒറ്റക്ക് ബാത്റൂമിന്റെ ഉള്ളിൽ കുളിക്കുകയാണെങ്കിലും ബാത്റൂമിൽ ആരും കാണാത്ത ബാത്റൂമിലാണെങ്കിൽ പോലും നഗ്നമായി കുളിക്കാൻ പാടില്ല. ഒരു തോർത്തുമുണ്ടെങ്കിലും ധരിച്ചുകൊണ്ടേ കുളിക്കാൻ പാടുള്ളൂ. സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ഔറത്ത് മറച്ചുകൊണ്ടേ കുളിക്കാൻ പാടുള്ളൂ. ആരും കാണാത്ത സ്ഥലമാണ്, ആരും ഇവിടെ വരാനില്ല, ഞാനൊറ്റക്കേ ഉള്ളൂ. അങ്ങനത്തെ ബാത്റൂമിന്റെ ഉള്ളിലാണ് ഞാൻ കുളിക്കുന്നതെങ്കിലും ഒരു തോർത്തുമുണ്ട് ധരിച്ചുകൊണ്ടേ കുളിക്കാൻ പാടുള്ളൂ എന്നത് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. വസ്സത്റു അഫ്ളു, മറച്ചു കുളിക്കലാണ് ഏറ്റവും നല്ലത്. ഔറത്ത് മറച്ചുകൊണ്ട് കുളിക്കണം, അഴിച്ചിട്ട് പൂർണ്ണമായി അഴിച്ചിട്ട് കുളിക്കരുത്. മുഅ്മിനീങ്ങൾ അങ്ങനെയല്ലേ കുളിക്കുന്നത്? ഞാനൊരു തോർത്തുമുണ്ടും ധരിച്ചാണ് ബാത്റൂമിൽ കുളിക്കുന്നത്. ഈ സമയത്ത് വെന്റിലേറ്ററിന്റെ ജനലിന്റെ ഉള്ളിൽ കൂടി ക്യാമറ വെച്ചുകൊണ്ട്, മൊബൈൽ ക്യാമറ വെച്ചുകൊണ്ട് ഞാൻ കുളിക്കുന്നത് ഒരാൾ പകർത്തിയാൽ ഞാൻ അവരെ വെറുതെ വിടുമോ? ആ വാതിലിന്റെ ചാവിയിടുന്ന പഴുതിൽ കൂടി മൊബൈലിന്റെ ലെൻസ് വെച്ചുകൊണ്ട് അതിന്റെ ഉള്ളിൽ കുളിക്കുന്ന എന്നെ ഒരാൾ പകർത്തിയാൽ ഞാൻ അവനെ വെറുതെ വിടുമോ? അതേ സമയത്ത് ഇന്ന് ഞാൻ ചലനമറ്റ് കിടന്നു കൊടുക്കുകയാണ്. അതാ ഞാൻ കിടക്കുന്നത് ഒരു പക്ഷേ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന വാടക കട്ടിലിലായിരിക്കാം. എല്ലാവരെയും മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു കട്ടിലാവാം, അല്ലെങ്കിൽ നേരത്തെ ഞാൻ ഈ പറഞ്ഞ കട്ടിലിന്റെ മുകളിലാവാം. ഞാൻ കൈകാലുകൾ നീട്ടിവെച്ച് നഗ്നമായി കിടന്നു കൊടുക്കുന്നു. എന്റെ ഔറത്തിന്റെ ഭാഗത്ത് ഒരു തോർത്തുകൊണ്ട് മാത്രം മടക്കിയിട്ട് ബാക്കിയെല്ലാം അവർ ശരിക്കും ഉരസി കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാളല്ല, രണ്ടാളല്ല, പലരും ചുറ്റുഭാഗത്ത് കൂടി നിന്നുകൊണ്ട് അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ എന്നെ കുറിച്ച് പറയുന്നു. അവരെന്നെ കുളിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ മിണ്ടാതെ കിടന്നു കൊടുക്കുന്നു. അങ്ങനെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ ശരീരം പൊതിയേണ്ടുന്ന 3 കഷ്ണം തുണിയുണ്ട്. 3 കഷ്ണം തുണിയാണോ ഒരു മയ്യത്തിനെ പൊതിയാൻ? അല്ല, ഒരൊറ്റ കഷ്ണം മാത്രമാണ് ഒരു മയ്യത്തിന് പൂർണ്ണാവകാശമുള്ളത്. തടയാൻ പറ്റാത്ത അവകാശത്തിന്റെ കഷ്ണം ഒരു കഷ്ണമാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ 3 കഷ്ണം തുണി കൊണ്ട് മയ്യത്ത് പൊതിയാറുണ്ട്. അങ്ങനെ തന്നെയാണ് പൊതിയേണ്ടതും. പക്ഷേ 3 കഷ്ണം തുണിയിൽ മയ്യത്ത് പൊതിഞ്ഞ് മയ്യത്ത് കട്ടിലിലേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് ഈ മയ്യത്തിനെ എത്ര കഷ്ണം തുണിയിലാ പൊതിഞ്ഞത്? 3 കഷ്ണം തുണിയിൽ. എന്നാ ഒന്ന് മാറ്റിവെച്ചേക്ക് എന്ന് പറഞ്ഞാൽ അത് മാറ്റിവെക്കണം. 2 കഷ്ണം തുണി ഇതുപോലെ മാറ്റിവെപ്പിക്കാൻ പറ്റിയ ആളുകൾ ഈ രാജ്യത്തുണ്ട്. ഒരു വേള അവർ വിചാരിച്ചാൽ നടക്കും, മാറ്റിവെപ്പിക്കും. ഒരൊറ്റ കഷ്ണം തുണിയിലാണ് ഇപ്പോൾ മയ്യത്ത് പൊതിയുന്നത്. ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, ഈ മയ്യത്തിന് എത്ര കഷ്ണം തുണിയിലാണ് പൊതിയുന്നത്? 1 കഷ്ണം തുണിയിൽ. അത് മാറ്റിവെക്കണ എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. കാരണം അത് ഹഖുല്ലാഹി, അല്ലാഹുവിന്റെ ഹഖാണ്. ശരീരം മറച്ചുകൊണ്ടൊരു മയ്യത്തിനെ കൊണ്ടുപോവുക എന്ന ഹക്ക്, അത് തടയാൻ ആർക്കും അവകാശമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അവസാനം പോകാനുള്ളത് ഒരൊറ്റ കഷ്ണം തുണി മാത്രമാണ്. തടയാതെ, അതല്ല, സാധാരണ നമ്മുടെ നാട്ടിൽ 3 കഷ്ണം തുണി കൊണ്ട് കൊണ്ടുപോകാറുണ്ട്, കൊണ്ടുപോവുകയും ചെയ്യാം.
വേണമെന്ന് വിചാരിച്ചാൽ ഒരു കൂട്ടം ആളുകൾ തടയാൻ ശ്രമിച്ചാൽ നടക്കും. 2 കഷ്ണം തുണി മാറ്റി വെപ്പിക്കാൻ ഒരു കൂട്ടർ വിചാരിച്ചാൽ നടക്കും. ഒരു കഷ്ണം തുണിയിൽ മാത്രമാണ് പോകാനുള്ളത്. ആ കഷ്ണം തുണി വാങ്ങാൻ വേണ്ടി തൊട്ടടുത്തൊരു കടയിൽ ചെല്ലുമ്പോൾ ആ തുണിക്കടയിൽ ചെന്ന് വാപ്പ മരിച്ചുപോയി, വാപ്പാനെ പൊതിയാൻ കഷ്ണം തുണി വേണം. ഈ മനുഷ്യനായ എടുത്തിടുന്നു, ഒരു ടാക്ക തുണി എടുത്തിടുന്നു. ആ തുണി അങ്ങ് നിവർത്തി പിടിച്ചു നോക്കിയപ്പോൾ, പടച്ചവനെ, എന്റെ വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്തുകൊണ്ട് ഒരു ഷർട്ട് തുന്നാറില്ല, എന്റെ വാപ്പ തിന്നുകയുമില്ല. എവിടെയെങ്കിലും ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് ഒരു തുണി ഉടുക്കാൻ വേണ്ടി, ജുമാക്ക് പോകാൻ ഒരു തുണി ഉടുക്കാൻ വേണ്ടി ഈ ടാക്കയിൽ നിന്ന് മുറിക്കുകയില്ല. അത്രയും നേരിയതും നിസ്സാരമായതുമായ താഴ്ന്ന തുണി കണ്ടപ്പോൾ സ്വാഭാവികമായും നാം ചോദിച്ചു പോകുന്നു, ഇതല്ലാത്ത മറ്റൊന്നില്ലേ, കുറച്ചുകൂടി നല്ലതൊന്നില്ലേ? എടാ, ഇത് തന്നെ എല്ലാവരും കൊണ്ടുപോകല്. അതേ, അവൻ സമ്മതിച്ചു, അത് തന്നെയാ എല്ലാവരും കൊണ്ടുപോകുന്നത്. ആ കഷ്ണം തുണി മുറിച്ചെടുത്തുകൊണ്ട് അവൻ പോരുമ്പോൾ വീട്ടിൽ വന്ന് വാപ്പാനെ പൊതിയുന്നു, മയ്യത്തിനെ പൊതിയുന്നു. ആ മയ്യത്തെടുത്തുകൊണ്ട് പുറത്തേക്ക് എടുത്തു വെക്കുന്നു. നമ്മുടെ നാട്ടിൽ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്നത്, നാം ഒന്ന് ചിന്തിക്കുകയും വിലയിരുത്താൻ വേണ്ടി പറയുകയാണ് ഞാൻ, ഇത് നാം നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ മയ്യത്ത് മുറ്റത്തേക്ക് എടുത്തു വെച്ച് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടിലിലേക്കാണ് മയ്യത്ത് എടുത്തു വെക്കുന്നത്. അതാ, ഞാൻ ഇന്നലെ വരെ യാത്ര ചെയ്ത ശീതീകരിച്ച സുന്ദരമായ വിലപിടിപ്പുള്ള കാറ് പോർച്ചിൽ കിടക്കുന്നു. ഇതുവരെ ഞാൻ യാത്ര ചെയ്തത് അതിലാണ്. ആ ഒരു കാറ് വാങ്ങാൻ വേണ്ടി ഞാൻ എത്രയാണ് മോഹിച്ചത്, എത്രയാണ് അതിനുവേണ്ടി ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചത്. എന്റെ ഒരാഗ്രഹമായിരുന്നു എനിക്കൊരു കാറ് വേണമെന്ന്. അങ്ങനെ ഞാൻ കുറേ രാത്രികൾ ഉറക്കമൊഴിച്ചു, എന്നാണ് എനിക്കൊരു കാറുണ്ടാവുക എന്ന്. അങ്ങനെ കിട്ടിയതാണ് ഈ കാർ. ഇത് വാങ്ങാൻ വേണ്ടി ഞാൻ എത്രയോ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ കാറിനോട് എന്റെ മനസ്സിലുള്ള സ്നേഹം എത്രയാണ്. അത് കഴുകി തുടച്ച് വൃത്തിയാക്കി കൊണ്ട് നടക്കുന്നു. ഒരു പോറലേൽക്കാതെ അതിനാരെങ്കിലും വല്ല കുട്ടികളും അതിൽ വരച്ചാൽ ഒരു പക്ഷേ ഞാൻ കുട്ടികളെ പിടിച്ചടിച്ചേക്കാം. ഈ നിലയ്ക്ക് സ്നേഹിച്ചാണ് ഞാൻ എന്റെ കാറ് കൊണ്ട് നടക്കാറുള്ളത്. ആ കാറിലാണ് എന്റെ യാത്ര മുഴുവനും ഞാൻ ചെയ്യാറുള്ളത്. ആ കാറ് അതാ അവിടെ കിടക്കുന്നു. ആ വിലപിടിപ്പുള്ള കാറിന്റെ മുന്നിലെ സീറ്റ് ഇങ്ങോട്ട് മലർത്തിയിട്ടാൽ ഒരാൾക്ക് ശരിക്കും കിടക്കാം. വാപ്പാന്റെ അവസാനത്തെ യാത്ര ജീവിതാഭിലാഷമായ കാറിലായിക്കോട്ടെ എന്ന് അവിടെ കൂടി ആരെങ്കിലും പറയുന്നോ? സഹോദരാ, നമ്മുടെ അവസാനത്തെ യാത്ര കാറിൽ പോകാൻ കഴിയുമോ? അപ്പോഴും പോകുന്നത് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടിലിൽ തന്നെ. ഈ കട്ടിലിന്റെ സ്ഥിതി എന്താണ്? നേരത്തെ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഒറീസയിൽ നിന്നോ വന്ന ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിലെ ഹോട്ടലിന്റെ പുറകുവശത്ത് വിറക് വെട്ടി ജീവിക്കാറുണ്ട്. ആ ഹോട്ടലിലേക്ക് ആവശ്യമായ വിറക് വെട്ടി ജീവിക്കാറുണ്ട്. പേര് ചോദിച്ചപ്പോ അബൂബക്കർ എന്നാ പേര് പറഞ്ഞത്, ഒരു മുസ്ലിമിന്റെ പേരാണ്. അങ്ങനെ അയാൾ ജീവിച്ചു. ഒരു വൃത്തിയുമില്ല, ഒരു ചെറിയ തോർത്തുമുണ്ടാണ് ധരിക്കാറുള്ളത്. എന്ന് കുളിച്ചതാണോ ആവോ? മുടി വെട്ടിയിട്ട് എത്ര ദിവസമായി? ഒരു പ്രാകൃത രൂപമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് അബൂബക്കർ എന്ന് പറഞ്ഞതുകൊണ്ട്, മുഹമ്മദ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളെല്ലാവരും അയാൾ മുസ്ലിമാണ് എന്ന് മനസ്സിലാക്കി. അദ്ദേഹം മരിച്ചു. എവിടെയാ മയ്യിത്ത് മറവ് ചെയ്യുക? നമ്മുടെ നാട്ടിലെ പള്ളിക്കാട്ടിൽ തന്നെ. ആ അബൂബക്കറിനെ കുളിപ്പിച്ചിട്ട് കഫൻ ചെയ്ത് കൊണ്ടുപോയത് ഈ മയ്യിത്ത് കട്ടിലാണ്. ആ മയ്യിത്ത് കട്ടിൽ പള്ളിയിൽ കൊണ്ടുപോയി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ, മണിക്കൂറുകളായിട്ടേ ഉള്ളൂ. കഴുകിയിട്ടില്ല, ഒന്ന് തുടച്ചു വൃത്തിയാക്കിയിട്ടില്ല. ആ അണ്ണാച്ചിയെ കൊണ്ടുപോയി മറവ് ചെയ്ത മയ്യിത്ത് കട്ടിൽ കൊണ്ടുവരുന്നു നമ്മുടെ വീട്ടിലേക്ക്. ആരെങ്കിലും ചോദിച്ചോ ഇതൊന്ന് കഴുകിയോ? എന്റെ കാറിന്റെ സ്ഥിതി എന്താ? നമ്മുടെ കാർ ദൂരയാത്ര കഴിഞ്ഞു വന്നാൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് യാത്ര ചെയ്യാൻ കൊടുത്തു, അയാളയാളുടെ കുട്ടികളെയും മക്കളെയും കൊണ്ട് യാത്ര ചെയ്ത് തിരിച്ചു വന്നപ്പോ കുട്ടികൾക്ക് മിഠായി വാങ്ങിക്കൊടുത്തിരുന്നു. അവരത് തിന്നിട്ട് ആ മിഠായിയുടെ അവശിഷ്ടങ്ങളൊക്കെ അതിന്റെ ബാക്ക് സീറ്റിലും സൈഡിലും ഒക്കെ കിടക്കുന്നു. അതൊന്ന് സർവീസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ യാത്ര ചെയ്യൂ. അത്രക്ക് സൂക്ഷിച്ചതാണ്.
ഈ നിലക്ക് സൂക്ഷിച്ച് നമ്മുടെ കാറ് അവിടെ കിടക്കുമ്പോ ആരെങ്കിലും ചോദിച്ചോ ഈ മയ്യത്ത് കട്ടിലൊന്ന് കഴുകിയിട്ടുണ്ടോ, അതൊന്ന് തുടച്ചു വൃത്തിയാക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടില്ല, ചോദിച്ചിട്ടില്ല. വാഹനം വന്ന് റെഡിയായി അതിന്റെ മുകളിലേക്ക് കയറ്റിക്കടത്തി എല്ലാവരും കൂടി അസീനോദി ചെയ്ത് മയ്യത്ത് കൊണ്ടുപോകുന്നു. കൂടി നിൽക്കുന്ന ആളുകളെല്ലാവരും കൂടി വിക്രം ചൊല്ലി ചുമന്നു പോകുന്നു. എന്റെ വാപ്പാന്റെ അവസാനത്തെ യാത്ര ഈ കാറിലായിക്കോട്ടെ എന്ന് മക്കള് പറയില്ല, അവിടെ കൂടിയവരും പറയില്ല. അങ്ങനൊരു പതിവും ഇല്ല. ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സാധാരണ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഗേറ്റിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ എന്റെ മക്കൾ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഉപ്പാ എന്ന് വിളിച്ചാൽ ഞാൻ തിരിഞ്ഞു നിന്നിട്ട് എന്താ മക്കളെ വേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോ എന്റെ ഭാര്യ വിളിക്കും, നിങ്ങളെപ്പോഴാ വരുന്നത്, എന്താ വേണ്ടത്, നിനക്കെന്താ വേണ്ടത്? അവളെന്തെങ്കിലും പറയും, അതേ ഞാൻ കൊണ്ടുവരാന്ന് പറയും. കുറച്ചുകൂടി അങ്ങോട്ട് എത്തിയപ്പോഴാണ് ഉമ്മ വന്നിട്ട്, മോനെ എന്താ ഉമ്മ വേണ്ടത്? ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോന്നു, ഉമ്മാക്ക് എന്താ വേണ്ടത്? ഉമ്മാന്റെ ആവശ്യം പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം ഉമ്മ, ഞാൻ പെട്ടെന്ന് വരാം. നീ എപ്പോഴാ വരാ? ഞങ്ങൾ വന്നിട്ടേ കിടക്കൂ, ഞാൻ പെട്ടെന്ന് വരാം ഉമ്മ എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ പോകുന്നതെങ്കിൽ ഈ സമയത്ത് പോകുമ്പോ ينادون خلف الناس من لا يجيبهم وقد كنت في الدنيا سريع الإجابة. പോകുന്ന സമയത്ത് ഉപ്പായ എന്റെ മക്കൾ വിളിക്കുന്നുണ്ട്, ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല. എന്റെ ഭാര്യ വിളിക്കുന്നുണ്ട്, അവർ കരയുന്നുണ്ട്. വീട്ടിന്റെ അകത്തുള്ളവർ മുറ്റത്തേക്ക് വരെ ഇറങ്ങിയിട്ട് കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു. മയ്യത്തിന്റെ കൂടെയുള്ള ആളുകളും ഗേറ്റ് കടന്നുകൊണ്ട് ഈ വീടിനെ തൊട്ട് അകന്നങ്ങ് പോകുമ്പോ വീട്ടിന്റെ അകത്തളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടിലെത്തി. അവർ ആളുകളെ പോയപ്പോ മുറ്റത്തേക്ക് ഇറങ്ങി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ഗേറ്റ് വരെ ഓടി വന്നിട്ട് പെണ്ണുങ്ങൾ കരയുകയാണ്, തിരിഞ്ഞു നോക്കുന്നില്ല. ഉമ്മ വിളിക്കുന്നു, പൊന്നു മോനെ. മകൻ തിരിഞ്ഞു നോക്കുന്നില്ല. ജീവിതകാലത്ത് അവരൊക്കെ എന്നെ വിളിച്ചപ്പോ ഞാൻ തിരിഞ്ഞു നോക്കി, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തതാണ്. ഞാൻ ഓടിച്ചെന്നിട്ട് എന്തിനാ വിളിച്ചത് എന്ന് ചോദിച്ചതാണ്. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കാതെ പോവുകയാണ്. ഉപ്പാ മരണപ്പെട്ട് മയ്യത്ത് കൊണ്ടുപോകുമ്പോ മക്കള് ഉമ്മാന്റെ കൈവിരലിൽ പിടിച്ചു തൂങ്ങിയിട്ട് ഉപ്പ എപ്പോഴാണ് തിരിച്ചു വരുന്നതുമ്മ? അറിയാത്ത കുഞ്ഞുങ്ങൾ ചോദിക്കുന്നു. യത്തീം മക്കളായി മാറിപ്പോയി, അവരുടെ പേര് യത്തീം എന്നായി മാറിപ്പോയി. ആ ഭർത്താവിനെ കൊണ്ടുപോയിട്ട് മറവ് ചെയ്ത് ദിവസങ്ങൾ കഴിയുമ്പോ ഈ പെണ്ണിന്റെ കൂടെ മറ്റൊരു ഭർത്താവ് വന്ന് സല്ലപിക്കാൻ തുടങ്ങി. അത്രയേ ഉള്ളൂ ദുനിയാവിലെ നമ്മളെ മക്കളും കുടുംബങ്ങളും. നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ വസ്ത്രം, നമ്മുടെ സർവസ്വവും നിമിഷ നേരം കൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് നമ്മുടേതല്ലാതെയായി അനുഭവിച്ചു കഴിഞ്ഞു. ഇത്രയും കാലം നാം അധ്വാനിച്ചത് ഇതിനു വേണ്ടിയാണ്. അവസാനം എന്റെ ജീവിതാഭിലാഷമായ എന്റെ ഭാര്യ മറ്റൊരാളുടേതായി മാറി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, തന്റെ ഭാര്യ ആരാ? ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവിനെ കവച്ചു വെക്കുന്ന ഒരു പെണ്ണുണ്ടോ? സ്വർഗത്തിലെ പെണ്ണുങ്ങളെ നേതാവല്ലേ? സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന പെണ്ണുങ്ങളുടെ പതാകവാഹകയായ ലീഡറായ പെണ്ണാണ് ഫാത്തിമത്തു സുഹ്റ. ബിദ്അത്തും മിന്നീ, ഫാത്തിമ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചു. എത്രയാണ് ഫാത്തിമയും അലിയും സ്നേഹിച്ചത്! അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ സ്നേഹിച്ചതിന് കയ്യും കണക്കുമില്ല. വല്ലാത്ത സ്നേഹം കൊണ്ട് ഊട്ടപ്പെട്ടവരാണവർ. പക്ഷേ ഫാത്തിമ ബീവി മരണപ്പെട്ടപ്പോൾ വഫാത്തായപ്പോൾ അലി റളിയല്ലാഹു അൻഹു, ധീരശൂര പരാക്രമിയായ അലി റളിയല്ലാഹു അൻഹു, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാവിട്ട് കരഞ്ഞുകൊണ്ട്, എന്റെ ഫാത്തിമ എനിക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ലികുല്ലി ജിത്മാഇൻ മിൻ ഖലീലൈനി ഫുർഖതു വകുല്ലുല്ലദീ ദൂനൽ ഫിറാഖ് ഖലീലു. എല്ലാവരും പിരിഞ്ഞു പോകും,
ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞോ? ഇനി എല്ലാവരും പിരിയും. പിരിയാത്ത ഒന്ന് ദുനിയാവിലില്ല. അങ്ങനെ പിരിയാതിരിക്കുകയാണെങ്കിൽ ഞാനും എന്റെ ഫാത്തിമയും പിരിയാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ പിരിഞ്ഞില്ലേ? അതുകൊണ്ട് മനസ്സിലാക്കാം, ഇനി ദുനിയാവിൽ പിരിഞ്ഞു പോകാത്ത ആരുമില്ല. ഈ വിഷമം അലി റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ച മുറിവ് ഉഗ്രമായ മുറിവാണ്. ഫാത്തിമയുടെ വേർപാട് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ച ഉഗ്രമായ മുറിവ്. തന്റെ മനസ്സിന്റെ വേദന കൊണ്ട് എടുത്തു പാടിയ പാട്ടുകൾ ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. 2 ആഴ്ച കഴിഞ്ഞു അലി റളിയല്ലാഹു അൻഹു വേറെ വിവാഹം ചെയ്തു. ഇതൊരു ദുർബലതയല്ല, ഒരു കുറ്റമല്ല, ഒരു കുറവല്ല. ഫാത്തിമ ബീവി വഫാത്തായിട്ട് 1 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് അലി റളിയല്ലാഹു അൻഹു വേറെ വിവാഹം ചെയ്തു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ സേവനത്തിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ച ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന തയ്യാർ, ജഅഫറുനി തയ്യാർ, മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ഷഹീദായി. അല്ലാഹുവിന്റെ റസൂൽ വന്നുകൊണ്ട് ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ വീട്ടിൽ വന്നു. എവിടെ ജഅഫറിന്റെ മക്കൾ? ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ വിളിച്ചിട്ട് ആ മക്കളുടെ കയ്യിൽ, ആ തലയിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ തടകി. കുറച്ചു സമയം ആ മക്കളുടെ തലയിൽ കൈവച്ചുകൊണ്ട് സ്നേഹവായ്പോടുകൂടി ഇങ്ങനെ തടകിയപ്പോ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അസ്മാ ബീവിക്ക് ഒരു സംശയം. എന്താ റസൂൽ തന്റെ കുട്ടിയുടെ കയ്യിൽ ഇങ്ങനെ ഒരു സ്നേഹവായ്പോടുകൂടിയുള്ള തടകൽ? അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ദുർലക്ഷണമുണ്ടോ? എന്തെങ്കിലും അപകടം സംഭവിച്ചു പോയോ? അപ്പോൾ ആ അസ്മാ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല നബിയേ, എന്റെ ഭർത്താവിനെ തങ്ങൾ യുദ്ധത്തിന് പറഞ്ഞയച്ചതാ. തങ്ങളുടെ ഈ പ്രവൃത്തി കാണുമ്പോ എനിക്കൊരു സംശയം തോന്നുന്നു, എന്റെ ഭർത്താവിന് വല്ല അപകടവും പറ്റിയോ? അസ്മാ, അങ്ങയുടെ ഭർത്താവ് ജഅഫർ യുദ്ധക്കളത്തിൽ ഷഹീദായിപ്പോയി. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വിധവയായി മാറി, മക്കൾ യതീമക്കളായി. ആ യതീമിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് റസൂൽ ഇങ്ങനെ തടകിയപ്പോൾ ജഅഫറിന്റെ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയ്ക്ക് സംശയം വന്നതാണ്. യതീമായ കുട്ടിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ തടകുന്നത് വലിയ പുണ്യമുള്ള അമലാണ്. ആ യതീം കുട്ടിയുടെ തലയിൽ എത്ര മുടികളുണ്ടോ, ആ തടകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എത്ര മുടികൾ പെട്ടുപോയോ, ആ മുടിയുടെ എണ്ണം കണ്ട് നമ്മുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് പഠിപ്പിക്കുകയാണ്. ഇത്രയും വലിയ സ്നേഹമാണ് റസൂലുള്ളാഹിന്റെ ഈ പ്രവൃത്തിയിൽ നിന്ന് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത്. അങ്ങനെയാണ്. അസ്മാ റളിയല്ലാഹു അൻഹയുടെ ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, ഷഹീദായിപ്പോയി. ഉടനെ അസ്മാ എന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി, എന്റെ ഭർത്താവ് ഷഹീദായി. എന്നിട്ട് അസ്മാ റളിയല്ലാഹു അൻഹ സങ്കടപ്പെട്ടുകൊണ്ട് കുറെ പാട്ടുകൾ പാടി. ആ കൂട്ടത്തിൽ പറയുന്നു, ഇനി എനിക്ക് ഒരു ഭർത്താവും വേണ്ട, എന്റെ ഭർത്താവ് എന്നെ വിട്ടുപിരിഞ്ഞില്ലേ, ഇനി ദുനിയാവിൽ നിന്ന് എനിക്ക് ഭർത്താവ് വേണ്ട. എന്റെ ശരീരം ആരെങ്കിലും കാണുകയാണെങ്കിൽ മണ്ണ് പുരട്ടിയതാണോ, കളിമണ്ണിൽ കിടന്ന് ഉരുണ്ട് പുരണ്ടതാണോ എന്ന് ചിന്തിക്കത്തക്ക വിധത്തിലേ ഞാൻ നടക്കുകയുള്ളൂ. ആര് കണ്ടാലും എന്നെ ആകർഷിക്കുകയില്ല. ഈ വിധത്തിലേ ഞാനിനി ജീവിക്കുകയുള്ളൂ. അലക്കാനും കുളിക്കാനും എല്ലാം മറന്നു പോകുന്ന ഒരു ഹൃദയമാണ് ഇന്ന് എനിക്കുള്ളത്. അലങ്കാരം എനിക്ക് വേണ്ട, അത്തർ ഞാൻ ഉപയോഗിക്കുകയില്ല, സുഗന്ധം പൂശുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തനി ഒരു പ്രാകൃത രൂപം പ്രാപിക്കുന്ന രൂപത്തിൽ പാട്ടുപാടി. ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു അൻഹ ഭർത്താവിന് വിട്ടുപിരിഞ്ഞതിൽ ആ സന്ദർഭത്തിലുണ്ടായ സങ്കടം. ഒരു പെണ്ണ് മരിച്ചാൽ, ഭാര്യ മരിച്ചാൽ ഭർത്താവിന് പിന്നെ ഒരു വിവാഹം ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് വിവാഹം ചെയ്യാം. 1 മണിക്കൂറും വേണ്ട, കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതേസമയത്ത് ഭർത്താവ് മരിച്ചാൽ പെണ്ണിന് മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെങ്കിൽ 4 മാസവും 10 ദിവസവും കഴിയണം. ഖുർആനിന്റെ നസ്ഖ. ഒരു ഭർത്താവ് മരിച്ച പെണ്ണിനെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെങ്കിൽ 4 മാസവും 10 ദിവസവും കഴിയണം. അസ്മാ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് യുദ്ധക്കളത്തിൽ ഷഹീദായതാണ്. മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെങ്കിൽ 4 മാസം 10 ദിവസവും കഴിയണം. 4 മാസവും 10 ദിവസവും കഴിഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ വിവാഹം ചെയ്തു.
ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ വിവാഹം ചെയ്ത് വീട്ടിൽ കൂടിയ അന്ന് അലി റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ ചെന്നു. അലി റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, അല്ല അസ്മാ സിദ്ദീഖ്, നിങ്ങൾ ഇന്ന് വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്, നിങ്ങളെ ഭാര്യയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്നാ ചോദിച്ചോ, ഞാൻ ഈ കർട്ടന്റെ അപ്പുറത്ത് നിന്നിട്ടേ ചോദിക്കുള്ളൂ, അതുകൊണ്ട് എനിക്ക് സമ്മതം കിട്ടണമെന്നുള്ള അർത്ഥത്തിന്. അതെ, അലി റളിയല്ലാഹു അൻഹുവിന് സമ്മതം കൊടുത്തു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്മതം കൊടുത്തു. എന്തെങ്കിലും വല്ല കാര്യങ്ങൾ പറയാനാവും, ദീനിയായ കാര്യങ്ങൾ നല്ലതല്ലേ പറയുള്ളൂ. അലി റളിയല്ലാഹു അൻഹു അല്ലേ, പേടിക്കാനൊന്നുമില്ലല്ലോ, അവിടെ യാതൊരു അനാവശ്യമായ മേഖലകളുമില്ല. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു കർട്ടന്റെ സമീപത്ത് ചെന്നപ്പോൾ ഭയങ്കര അടിച്ചു വീശുന്നു സുഗന്ധം. അസ്മാ, അങ്ങാടിയിലൊക്കെ കുട്ടികൾ ഇങ്ങനെ ഓരോ പാട്ട് പാടി നടക്കുന്നുണ്ട്. ആരാണ് ആ പാട്ടിന്റെ കർത്താവ്? പാട്ടെന്താണ്? പാട്ടങ്ങ് പാടിക്കൊടുത്തപ്പോ അസ്മാ റളിയല്ലാഹു അൻഹു ലജ്ജിച്ചു പോയി. പണ്ട് താൻ പാടിയതാ, അസ്മാ റളിയല്ലാഹു അൻഹു പാടിയതാണ്, ഞാനിങ്ങനെ ഭർത്താവിന്റെ കൂടെ ജീവിക്കൂല, അത്തറ് പൂശൂല, അലക്കൂല, കുളിക്കൂല, മുടി ചീകൂല, ചളിമണ്ണിൽ കിടന്ന് ഉരുണ്ട് എഴുന്നേറ്റ് വരികയാണെന്നോ ആളുകൾ തോന്നത്തക്ക വിധത്തിലേ ഞാൻ ഇനി മറ്റൊരാളെന്നെ കണ്ടാൽ അങ്ങനെ തോന്നൂ, ആ വിധത്തിലേ ഞാൻ ജീവിക്കൂ എന്ന് പറഞ്ഞതാ. ഈ പറഞ്ഞതൊക്കെ ആരാ? അസ്മാ റളിയല്ലാഹു അൻഹു ലജ്ജിച്ചിട്ട് പറഞ്ഞു, അന്ന് എന്റെ നാവും ഹൃദയവും ഒന്നായിരുന്നു, ഇപ്പോൾ എന്റെ ഹൃദയത്തിന് മാറ്റം വന്നിരിക്കുന്നു. ഇദ്ദ കഴിഞ്ഞിട്ടേ ഉള്ളൂ, 4 മാസം 10 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഭാര്യയ്ക്ക് വേറെ ഭർത്താവ് വന്ന് ചേർന്നു, നമ്മുടെ മക്കൾക്ക് നമ്മൾ വിട്ടുപിരിഞ്ഞു, നമ്മുടെ സ്വത്തിന് വേണ്ടി തല്ലുകൂടാൻ തുടങ്ങി. ഗൾഫിൽ കിടന്ന് അധ്വാനിച്ച, നാട്ടിൽ കിടന്ന് പേറി പണിയെടുത്തുണ്ടാക്കിയ സമ്പത്തിന്റെ പേരിലാണ് നമ്മുടെ മക്കൾ തമ്മിൽ തല്ലിപ്പിരിയുന്നത്. അതുവരെ സ്നേഹത്തിൽ കഴിഞ്ഞുകൂടിയ സന്താനങ്ങൾ, ഒരു വാപ്പയുടെ മക്കൾ എന്തുമാത്രം സ്നേഹത്തിനും ഐക്യത്തിനും കഴിഞ്ഞവരാണ്. ഇന്നിപ്പോൾ അവർ തല്ലിപ്പിരിഞ്ഞത് വാപ്പാന്റെ സ്വത്ത് ഓഹരി ചെയ്യുന്നിടത്താണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഖബറിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ, മണ്ണിട്ട് കഴിഞ്ഞ് തിരിച്ചു പോന്നാൽ മയ്യത്തിന്റെ തലഭാഗത്ത് നിന്നുകൊണ്ട് അതാ ആ മയ്യത്തിന്റെ തലഭാഗത്ത് നിന്ന് മണ്ണ് വാരിയിട്ട് മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് തന്നെയാണ് മടക്കം, വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, ഇനി ഒരു സന്ദർഭത്തിൽ ഈ മണ്ണിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്യും. ഈ പറയുന്ന 3 ആയത്തുകൾ വാരിയിട്ട് മയ്യത്തിന്റെ മുഖത്തേക്ക്, വാപ്പാന്റെ മുഖത്തേക്ക് മക്കൾ വാരിയെറിഞ്ഞുകൊണ്ട്, സ്നേഹിതന്മാര് വാരിയെറിഞ്ഞുകൊണ്ട് ഒറ്റപ്പെട്ട ഒരു റൂമിനുള്ളിലിട്ട് അടച്ചു പൂട്ടിയിട്ട് തിരിച്ചു പോരുന്നു. അടുത്ത വെള്ളിയാഴ്ച ജുമുഅക്ക് പോകുമ്പോ വലിയ ഭക്തി, പക്ഷേ എന്റെ വാപ്പാന്റെ ഖബറിൽ പോണം. ഉമ്മ മോനോട് പറയുന്നത്, മോനെ ജുമുഅ കഴിഞ്ഞു വരുമ്പോ വാപ്പാന്റെ ഖബറിൽ പോയിട്ട് വേണം വരാൻ. ആദ്യത്തെ 1-2 വെള്ളിയാഴ്ച തരക്കേടില്ലായിരുന്നു. വെള്ളിയാഴ്ച പോയിട്ട് ജുമുഅ കഴിഞ്ഞു പോരുമ്പോ ഖബറിന്റെ അടുത്തൊക്കെ പോയി വാപ്പാക്ക് സലാം പറഞ്ഞ് ദുആ ഇരുന്നിട്ടാ വരാറുള്ളത്. ഇന്നിപ്പോൾ എന്താണ് അവസ്ഥ? 2-3 വെള്ളിയാഴ്ച അങ്ങ് കഴിഞ്ഞപ്പോ നാട്ടിൽ മരണം അങ്ങ് കൂടാൻ തുടങ്ങി. ഇപ്പൊ മരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകട മരണങ്ങളും പെട്ടെന്നുള്ള മരണങ്ങളും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ മരണം അങ്ങ് വർദ്ധിച്ചു, മയ്യിത്തങ്ങോട്ട് വരാൻ തുടങ്ങി. ഇവൻ 1-2 വെള്ളിയാഴ്ച ജുമുഅക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ പോയിട്ട് പെട്ടെന്ന് പോരേണ്ടി വന്നു, വാപ്പാടെ ഖബറിന് പോകാൻ കഴിഞ്ഞില്ല. ഈ സദസ്സിലിരിക്കുന്ന തല നിറച്ച കാരണവന്മാരെ, നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ, നിങ്ങളുടെ കുട്ടിക്കാലങ്ങളിൽ പള്ളിക്കാടിന്റെ പരിസര പ്രദേശങ്ങളിൽ ജുമുഅ കഴിഞ്ഞാൽ 100 കണക്കിന് മനുഷ്യന്മാര് സിയാറത്ത് ചെയ്തിരുന്നില്ലേ? ഇന്ന് സിയാറത്തൊക്കെ വളരെ കുറഞ്ഞുപോയി. ബാപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നത്, കുടുംബത്തിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നത്, ഭാര്യയുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ഖബർ സിയാറത്ത് ചെയ്യുന്ന സ്വഭാവം വളരെ കുറഞ്ഞുപോയി. 2 വെള്ളിയാഴ്ച പോകാൻ പറ്റില്ല. പിന്നെ ചെന്നു നോക്കുമ്പോ കുറെ പുതിയ പുതിയ ഖബറുകൾ വന്നിട്ടുണ്ട്. ഏതാപ്പോ വാപ്പാന്റെ ഖബർ? അതാണോ തോന്നുന്നത്? സംശയമായി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ വാപ്പാന്റെ ഖബർ ഏതാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇതല്ലേ എന്റെയും നിങ്ങളുടെയും ജീവിതം? ഇതല്ലേ ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ജീവിതത്തിന് വേണ്ടിയാണോ യാ ഖാദിമൽ ജിസ്മികം തസ്അ ലി ഖിദ്മതിഹി
അതത്ലുബു الربح مما فيه خسران. ഇതിനു വേണ്ടിയല്ലേ കിടന്ന് അധ്വാനിച്ചത് മുഴുവൻ? ഇതാണോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? ജീവിതത്തിന്റെ ലക്ഷ്യം ഇതാണെങ്കിൽ, ദുന്യാവാണെങ്കിൽ എന്താണ് താൻ ജോലി ചെയ്യുന്നത്? എന്തിനാണ് ജീവിക്കാൻ? എന്തിനാണ് ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ മറുപടിയിൽ ദുനിയാവ് സമ്പാദിക്കാൻ, നല്ല ഒരു വീടുണ്ടാക്കാൻ, എനിക്ക് കുറെ പറമ്പ് വാങ്ങിക്കൂട്ടണം, എനിക്ക് കുറെ മക്കൾ വേണം, നല്ല ഒരു ഭാര്യ വേണം, നല്ല ഒരു വീട് വേണം, കാറ് വേണം എന്നൊക്കെയാണ് നമ്മുടെ മറുപടി. അതിനാണ് കിടന്ന് അധ്വാനിക്കുന്നതെങ്കിൽ നമ്മുടെ വീട് ഇപ്പോൾ എന്താണ് അവസ്ഥ? നമ്മുടെ നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ എന്താണ് അവസ്ഥ? നമ്മുടെ കാറ് നമുക്ക് എന്താണായത്? ഇവിടെ നിന്ന് കണ്ണടക്കുന്നതോടുകൂടി സർവസ്വവും വിട്ടെറിഞ്ഞുകൊണ്ട് ഒരൊറ്റ കഷ്ണം തുണിയാണ് എനിക്ക് നിർബന്ധമായി അവകാശപ്പെടാനുള്ളത്. അതെല്ലാം മൂന്നിൽ പൊതിഞ്ഞേക്കാം. 3 കഷ്ണം തുണി കൊണ്ട് ഖബറിൽ പോയി കിടക്കുമ്പോ കവിൾത്തടത്തിൽ നിന്ന് ആ തുണി ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇതാ ഈ സുന്ദരമായ കവിള് മണ്ണിലേക്ക് ഒട്ടിച്ചു വെച്ചില്ലേ? അവന്റെ തലയുടെ ഭാഗത്ത് കെട്ടഴിച്ചുകൊണ്ട് ആ കഫംപുടവ നീക്കി ശരിക്ക് ആ നഗ്നമായ മുഖം, കവിൾത്തടം മണ്ണിന്റെ തലയണ ഉണ്ടാക്കി വെച്ച് അതിലേക്ക് ഒട്ടിച്ചു ചേർത്തു കഴിഞ്ഞുവെങ്കിൽ ദുന്യാവിന് വേണ്ടി അധ്വാനിച്ചിട്ട് എന്താ കാര്യം? ജീവിതത്തിൽ എന്നാ ദുന്യാവ് വേണ്ടാനാണോ? ദുന്യാവ് തീരെ വേണ്ടാനാണോ പറഞ്ഞത്? അങ്ങനെയല്ല, ദുന്യാവ് വേണം. കാരണം ദുന്യാവിൽ ജീവിച്ചുകൊണ്ടേ ആഖിറം നേടാൻ കഴിയൂ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തുൻ വഫിൽ ആഖിറതി ഹസന. ദുന്യാവ് വേണം. മർമ്മപ്രധാനമായ ലക്ഷ്യം ദുനിയാവല്ല. ആ ദുന്യാവിന് വേണ്ടി ജീവിച്ചിട്ട് കാര്യമില്ല. ദുന്യാവ് നമ്മളെ വഞ്ചിക്കും, ദുന്യാവ് നമ്മളെ ചതിക്കും. അദ്ദുനിയാ ജീഫത്തുൻ വതാലിബുഹാ കിലാബ്. അതുകൊണ്ടല്ലേ സ്വാലിഹീങ്ങളായ ആളുകളൊക്കെ ഇന്ന ലില്ലാഹി ഇബാദൻ ഫൂതനാ ത്വല്ലഖുദ്ദുന്യാ വഖാഫുൽ ഫീതനാ. ദുന്യാവിനെ ത്വലാഖ് ചൊല്ലിയിട്ട് സമ്പത്ത് വന്നു കൂടുമ്പോ പേടിച്ചുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തിന്റെ ഒക്കെ ചരിത്രത്തിൽ കാണാമല്ലോ. അവർക്ക് വന്നുകൂടുന്ന സമ്പത്ത് മുഴുവനും അവർ കൊടുത്തു തീർത്തില്ലേ? എന്തേ? ഈ സമ്പത്ത് കൊണ്ട് നാളെ പരലോകത്ത് കുടുങ്ങിപ്പോയേക്കാം. ചെറിയ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു പോയാൽ നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ കൂട്ടത്തിൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളുണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അടുത്തത് ഒന്ന് പറയും, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അഞ്ചാമത്തത് പറയും. നിങ്ങൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ആയത്? ഇതുവരെ കൺഫ്യൂഷൻ വന്നില്ലല്ലോ. ആ കൺഫ്യൂഷൻ ഇതുവരെ വന്നില്ലല്ലോ. 4 ഖുലഫാവിന്റെ പേര് പറഞ്ഞപ്പോ അത് ഉറപ്പാ. അടുത്തത് 5ാമത്തെ പേര് ആരുടേത് പറയണമെന്ന് ചരിത്രത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയണമെന്ന് ചിലർ പറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ പേര് പറയണമെന്നാ. 5ാമത്തത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ പേര് പറയണമെന്നാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത്. ഇബ്നു ഔഫിന്റെ പേര് പറയണം. 4 ആളെ പേര് പറഞ്ഞ 5ാമത്തെ ആള് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 ആളെ പേര് പറയുമ്പോ 5ാമത്തെ പേര് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ പറയണം. എത്രയാണ് താനൊക്കെ ധർമ്മം ചെയ്തു കൂട്ടിയതിന് കയ്യും കണക്കുമുണ്ടോ? ധർമ്മം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ സമ്പത്തുകൾ കൊത്തിവലിക്കാൻ, സ്വർണമലകൾ കൊത്തിവലിക്കാൻ താൻ കൂടെ കൊണ്ടു നടക്കുന്ന തൊഴിലാളികൾ ഡസൻ കണക്കിന് തൊഴിലാളികളാ തന്റെ കൂടെ 24 മണിക്കൂറും. എന്നിട്ട് അവരിങ്ങനെ ആ സമ്പത്ത് ഇങ്ങനെ കൈക്കോട്ടും പിക്കാസും എടുത്ത് കൊത്തിവലിച്ചിട്ട് അവരുടെ കയ്യിൽ തഴമ്പ് കെട്ടിയിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ സമ്പത്ത് ധർമ്മം കൊടുത്തു. ഒരിക്കൽ മദീന പള്ളിയുടെ സൈഡിൽ നിന്ന് ഭയങ്കര ബഹളം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലിരുന്നു കൊണ്ട് ചോദിക്കുന്നു, എന്താണ് ആ ശബ്ദം? പോയി നോക്ക്. ആരോ പുറത്തു പോയി നോക്കി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ സമ്പത്ത് കച്ചവട സംഘം വന്നതാ.
വലിയ കച്ചവട സംഘം കൊണ്ടു ഇറക്കിയത്. അത് വിൽക്കലും കൊള്ളലും മാർക്കറ്റിലെ ബഹളമാണ് കേൾക്കുന്നത്. അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പടച്ചവനെ സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലാസ്റ്റ് സ്വർഗത്ത് പോകുന്ന മനുഷ്യൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫാണെന്ന്. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകുന്ന ലാസ്റ്റ് സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആണത്രേ. ഈ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, 4 ഖുലഫാഇനെ എണ്ണിക്കഴിഞ്ഞാൽ ഇനി 5ാമത്തെ പേര് ആരുടേത് എണ്ണണമെന്ന് പണ്ഡിതന്മാര് 2 ആളെ ആ അഭിപ്രായം പറഞ്ഞത്. ഒന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിനെ പറയണമെന്ന് പറഞ്ഞു, മറ്റു ചിലർ പറഞ്ഞു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ പേര് പറയണം. ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പേര് പറയണം എന്നാ. തർത്തീബ് അത്രയും ബഹുമാനമാണ്. പക്ഷേ സ്വർഗത്തിലേക്ക് പോകുന്ന അവസാനത്തെ സ്വഹാബി അദ്ദേഹമാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കച്ചവട സംഘം വന്നതാണ്. ആയിഷാ ബീവി ഇത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉടനെ തന്നെ ചെന്നുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ വിശേഷം പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, പടച്ചവനെ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞോ റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞോ ഉമ്മ? അതേ പറഞ്ഞു മോനെ അബ്ദുറഹ്മാനെ, എന്നെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഞാൻ പൂർണ്ണുകൊണ്ട് തന്റെ അന്ന് കിട്ടിയ മുഴുവൻ സമ്പത്തും പാവങ്ങൾക്ക് ധർമ്മം കൊടുത്തു. ഒരൊറ്റ പൈസ അതിൽ നിന്ന് താൻ എടുത്തില്ല, മുഴുവൻ ധർമ്മം കൊടുത്തു. ഭയങ്കര ധർമ്മിഷ്ഠനാ. താൻ ഡസൻ കണക്കിന് തൊഴിലാളികളെയാണ് സ്ഥിരം കൊണ്ടു നടക്കുന്നത്. എന്തിന്? തന്റെ സ്വർണ്ണമലകൾ കൊത്തിവലിച്ചുകൊണ്ട് ധർമ്മം കൊടുക്കാൻ. അവരുടെ കയ്യിൽ തഴമ്പ് പിടിച്ചിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരു കടലാസിന്റെ തുണ്ട്, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ എന്തോ ഒരു പേപ്പറിന്റെ തുണ്ട് കിടക്കുന്നു, അത് എടുത്തിട്ട് അപ്പുറത്തേക്കാണ്ട് ചുരുട്ടി ഇടാൻ വേണ്ടിയിട്ട് കുനിഞ്ഞ് അത് എടുത്തു നോക്കി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫാണ് എടുത്തു നോക്കിയതെങ്കിൽ അവിടെ ഒരു സ്വർണ്ണക്കത്തുണ്ടാവുന്ന. നടക്കുന്നേരത്തെ മുഴുവനും ഈ നിലക്ക് അല്ലാഹു തആല കൊടുത്തു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തിരിച്ചും കൊടുത്തു. റബ്ബിന്റെ ദീനിന് വേണ്ടി കൊടുത്തു. ഈ കോലത്തിന് ധർമ്മം കൊടുത്തു. എന്നിട്ട് നാളെ പരലോകത്ത് വരുമ്പോ ലാസ്റ്റ് സ്വർഗത്ത് പോകുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫാണ്. എന്താ കാരണം? കണക്ക് പറഞ്ഞു തീരൂലാന്നാ അള്ളാഹിനോട്. അള്ളാഹുവിനെ നിർത്തിയിട്ട് ചോദിക്കും, നിന്റെ നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ സമ്പത്തൊക്കെ? ഏത് മാർഗത്തിൽ നീ ചെലവഴിച്ചു? അതിന്റെ വരവിന്റെ കണക്കും ചെലവിന്റെ കണക്കും അള്ളാഹുവിന്റെ മുമ്പിൽ റബ്ബ് ചോദിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ പറയാ. ഇന്നപ്പോൾ ഇത്ര കിട്ടി, ഇന്നേടത്തുനിന്ന് ഇത്ര കിട്ടി, അതൊക്കെ ഇന്നേടത്ത് ഇത്ര കൊടുത്തു, ഇത്ര കൊടുത്തു, ഇത്ര കൊടുത്തു, കൊടുത്തു 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 കണക്കാൻ ഇങ്ങനെ പറഞ്ഞ് അപ്പോഴേക്ക് നമ്മളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കൊന്നും വല്ലാതെ പറയണ്ടാവില്ലല്ലോ, എല്ലാ പണിയും വേഗം കഴിയും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അള്ളാഹു വിടുള്ളൂ എങ്കിൽ എന്നെ നിങ്ങളെ റബ്ബ് എങ്ങനെ കൈകാര്യം ചെയ്യാം? ഇതുകൊണ്ടാണ് സമ്പത്ത് വന്നു പെടുമ്പോൾ സ്വാലിഹീങ്ങളും മഹാന്മാരായ ആളുകൾ മുഴുവനും തന്റെ ജീവിതത്തിൽ നിന്ന് അത് മാറ്റിവെക്കാൻ, അതിനെ തൊട്ട് പേടിച്ച് അവർ ഓടാൻ തയ്യാറായത്. അബൂദർ റളിയല്ലാഹു പോലെ ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു വിചാരിച്ചാൽ മക്കയും വാങ്ങാം, മദീനയും വാങ്ങാം, ഒരു പ്രയാസവുമില്ല. ഒരു കെട്ട് ബീഡി വാങ്ങുന്ന കാശില്ല, അത്രയും പ്രയാസം തോന്നുന്നില്ല. ഒരു തീപ്പെട്ടി വാങ്ങുന്ന കടയിൽ കയറിയിട്ട് ഒരു ഗ്ലാസ് ചായ വാങ്ങി കുടിക്കുന്ന വില പോലുമില്ല. അബ്ദുറഹ്മാൻ അബൂദർ റളിയല്ലാഹു അൻഹു മക്കയും മദീനയും മൊത്തം കാശ് കൊടുത്തു വാങ്ങല്. അത്ര കോടീശ്വരനാണ്. അങ്ങനെ അത് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അതാ ആരുമില്ലാത്തൊരു മലമുകളിൽ പോയി താമസിക്കേണ്ടി വന്നു. ഞാൻ ചുരുക്കി പറയുകയാണ്, ചരിത്രം നീട്ടി പറയാൻ എന്റെ ലക്ഷ്യമല്ല. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അസ്ഫാൻ പർവ്വതത്തിന്റെ മുകളിൽ പോയി ഒറ്റപ്പെട്ടൊരു പ്രദേശത്ത് താമസിക്കുകയാണ്. മക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട മക്കളെ, ഇന്നെന്റെ മരണം നടക്കാൻ സാധ്യതയുണ്ട്. എന്റെ രോഗം അതികരശനായിരിക്കുന്നു. ഞാൻ ഇന്നങ്ങ് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മക്കായിലും മദീനയിലും പോകുമ്പോ അവിടെ കാണുന്ന കാരക്കത്തോട്ടങ്ങളും അവിടെ കാണുന്ന കൃഷിയിടങ്ങളും ഒട്ടകക്കൂട്ടങ്ങളും ബിൽഡിങ്ങുകളും കണ്ടുകൊണ്ട് ഓരോരുത്തരും പറഞ്ഞു തരും, ഇത് നിങ്ങളെ വാപ്പന്റേതായിരുന്നു, അത് നിങ്ങളെ വാപ്പാന്റേതായിരുന്നു. ഇങ്ങനെ ഓരോരുത്തരും നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ സമയത്ത് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് വിഷമമുണ്ടാവരുത്.
ഇത്രയൊക്കെ സമ്പത്ത് നിങ്ങളെ വാപ്പാക്കുണ്ടായിട്ട് അത് മുഴുവനും ഞങ്ങളെ വാപ്പ കളഞ്ഞു കുളിച്ചില്ലേ, ഞങ്ങൾക്കൊരു 10 പൈസയും വെച്ചില്ലല്ലോ എന്ന് എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയുണ്ടാവരുത്. അല്ലാഹ് സമ്പത്ത് മുഴുവനും വന്നു ചേരുമ്പോ പേടിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്. പക്ഷേ അത് എന്റെ ശരീരത്തിൽ നിന്ന് പോകുമ്പോ, എന്റെ ഉടമാവകാശത്തിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് പറയാനുണ്ടായിരുന്നത് എന്റെ ശരീരം സംതൃപ്തമായി എന്നാണ്. മുഴുവനും കൊടുത്തത് റബ്ബിന്റെ ദീനിനു വേണ്ടിയാണ്. അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത മാർഗത്തിൽ ഒരൊറ്റ പൈസ പോലും ചെലവാക്കിയിട്ടില്ല. മുഴുവനും ഞാൻ റബ്ബിന്റെ ദീനിനാണ് കൊടുത്തത്. നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് എന്നെ വിസ്തരിക്കും, പ്രതിക്കൂട്ടിൽ വെച്ച് വിസ്തരിക്കുമെന്ന് എനിക്ക് പേടിയില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് മക്കൾക്ക് കൊടുത്ത പൈതൃകം. പറഞ്ഞ പോലെ ആ കുടുംബത്തിൽപ്പെട്ട ഒരു അംഗം ചോദിക്കുന്നു, ഒരു മകൻ ചോദിക്കുന്നു, അല്ല ഉപ്പ, നിങ്ങൾ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മയ്യത്ത് കഫൻ ചെയ്യാനുള്ള തുണി ഏത് പെട്ടിയിലാണ് വെച്ചതുപ്പ എന്ന് ചോദിക്കുമ്പോ ആ വാപ്പ പറയുന്ന മറുപടി, ഞാനത് മറന്നുപോയി. എന്നെ കഫൻ ചെയ്യാനുള്ള 3 കഷ്ണം തുണി വാങ്ങി സൂക്ഷിക്കാൻ പോലും ഞാൻ മറന്നുപോയി. അതൊക്കെയും കൊടുത്തു, കഫം പുറക്കുള്ള തുണിയും കൊടുത്തു, എല്ലാം കൊടുത്തു തീർത്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യും? മക്കളെ, നിങ്ങൾ വിഷമിക്കണ്ട, ഞാനിന്നങ്ങ് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്റെ മയ്യത്തും താങ്ങിപ്പിടിച്ചുകൊണ്ട് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി. അല്ലാഹു എവിടെയും സഹായമെത്തിക്കുന്നവനാണ്. എന്റെ ജനാസ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇന്ന പ്രദേശത്ത് കൊണ്ടുപോയി വെച്ചാൽ അതിലൂടെ വല്ല മുസ്ലിമീങ്ങളും കടന്നു വരും. അപ്പോൾ നിങ്ങൾ ഇപ്രകാരം വിളിച്ചു പറഞ്ഞാൽ മതി, യാ മാശറൽ മുസ്ലിമീൻ ഹാദിഹി ജനാസത്തു ഹബീബ് റസൂലുള്ളാഹ്. ഈ കാണുന്ന ജനാസ ആരുടേതാണെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹബീബാണ് ഈ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ പരിചയമുള്ള ഒരാളും എന്നെ മറവ് ചെയ്യാതെ പോവുകയില്ല. പറഞ്ഞ പോലെ ആ വാപ്പ അന്ന് മരിച്ചു. മക്കളെ പെട്ടിച്ചു നോക്കുമ്പോ മക്കൾക്ക് പഴുത്തെടുക്കാനുള്ള ആധാരക്കെട്ടുകളില്ല, റെഡി കാശുകളൊന്നും ബാലൻസ് ഇല്ല. മക്കളതാ വാപ്പന്റെ ജനാസയും താങ്ങിപ്പിടിച്ചുകൊണ്ട് വാപ്പ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുന്നു. ഉച്ചവരെ കാത്തിരുന്നിട്ടും അതിലൂടെ ആരും കടന്നു വരുന്നില്ല. മക്കള് നിരാശപ്പെടുന്നു. ആ വെയിലിന്റെ തീക്ഷ്ണമായ ചൂട് പരിസര പ്രദേശങ്ങളിലെ പാറക്കല്ലുകളിലേക്കടിച്ച് അതിൽ നിന്ന് വമിക്കുന്ന ചൂട് അവർക്ക് തീച്ചൂളയായി അനുഭവപ്പെടാൻ തുടങ്ങി. ശരീരം കരിഞ്ഞ് വാസനിക്കത്തക്ക വിധത്തിലുള്ള മണൽപ്പരപ്പിലാണ് ഈ മയ്യത്തും വെച്ച് കിടക്കുന്നത്. ഉച്ചവരെ കാത്തിരുന്നിട്ടും പരിസര പ്രദേശങ്ങളിലെ തീക്ഷ്ണമായ ചൂട് സഹിക്കവയ്യാതെ നിരാശപ്പെട്ടപ്പോൾ അതാ ഒരു കൂട്ടം മുസ്ലിമീങ്ങൾ കടന്നു വരുന്നു. അവര് മക്കായിൽ നിന്ന് വരുന്നവരാണ്. മദീനയിലെ ഊടുവഴിയിലേക്ക് പ്രവേശിച്ചപ്പോൾ മനസ്സിലായി ഇത് റസൂലുള്ളാഹിന്റെ സഹാബത്തിൽപ്പെട്ടവരാണ്, ഹജ്ജ് കഴിഞ്ഞ് വരുന്നവരാണ്, മദീനത്തേക്ക് പോകുന്നവരാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആ വാപ്പ പറഞ്ഞു തന്ന പോലെ ആ മക്കൾ വിളിച്ചു പറഞ്ഞു, യാ മഅശറൽ മുസ്ലിമീൻ ഹാദിഹി ജനാസത്തു ഹബീബ് റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹബീബായ ഒരു മനുഷ്യന്റെ ജനാസയാണിത്. ഇത് സംസ്കരിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്, ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന അർത്ഥത്തിൽ അവരെന്ന് വിളിച്ചു പറഞ്ഞപ്പോ ആരെ പഠിച്ചവനെ റസൂലുള്ളാഹിന്റെ ഹബീബ് ഇവിടെ വരുന്നത്? കൂട്ടത്തിലുണ്ടായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് മുഖമങ്ങ് നോക്കിയപ്പോ കണ്ട കാഴ്ച തനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അനേകം വിധവകളെ വായിക്കുന്നതിൽ, അനേകം യതീമക്കളെ സംരക്ഷിക്കുന്നതിൽ, അനേകം ഫുതുഹാത്തുകൾ നേടിയെടുക്കുന്നതിൽ, അനേകം ഇസ്ലാമിന്റെ പ്രവർത്തനത്തിന് സമ്പത്ത് ചെലവഴിച്ച കൂമ്പാരത്തിന്റെ പട്ടിക നേരിട്ട് കണ്ട് ദൃക്സാക്ഷിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ കോടീശ്വര പ്രഭുവിന്റെ ചരിത്രം പറഞ്ഞ് പ്രസംഗിക്കുകയും തന്റെ കൂടെയുള്ള 12 സഹാബികൾ പിരിവെടുത്തുകൊണ്ടാണ് ഈ കോടീശ്വരനെ 6 അടി മണ്ണിന്റെ ഉള്ളിൽ മറവ് ചെയ്തത്. എന്തേ ദുന്യാവ് വന്നു കൂടിയപ്പോ സഹാബത്തൊക്കെ ഇങ്ങനെ ചെയ്യാൻ കാരണം? ദുന്യാവ് അദ്ദുന്യാ ജീഫത്തുൻ, ദുന്യാവ് ഒരു ശവമാണ്. വതാലിബുഹാ കിലാബ്, ഒരു മനുഷ്യന്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം ദുന്യാവാണെങ്കിൽ അവൻ പട്ടിയാണ്. ദുന്യാവ് തീരെ വേണ്ട എന്നല്ല,
ദുന്യാവ് വഞ്ചകനാണ്, നമ്മെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ദുനിയാവിനെ സൂക്ഷിച്ചോ. ഈ ദുന്യാവാണോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം വേണ്ടേ? ആ ലക്ഷ്യം എന്താണ്? ദുന്യാവാണെങ്കിൽ ദുനിയാവിന്റെ സ്ഥിതി ഇങ്ങനെയാണ്. മരിച്ചു കഴിഞ്ഞാലെല്ലാം കഴിഞ്ഞു. ഈ കാണുന്ന ശരീരത്തിൽ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളോ നമ്മുടെ വാച്ചോ കാറോ ചെരുപ്പോ ഒന്നും നമുക്ക് ഉപകരിക്കില്ല. എല്ലാം ഇട്ടേച്ചു പോണം. പിന്നെന്താണ് ദുന്യാവിൽ ജീവിക്കുന്നതിന്റെ ലക്ഷ്യം? ഒരു ലക്ഷ്യമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മനുഷ്യരും ഇവിടെ നിന്ന് മരിച്ചുപോയേ പറ്റൂ. ദുന്യാവ് ശാശ്വത ജീവിതമല്ല. നമ്മുടെ ജീവിതത്തിന് പല ഘട്ടങ്ങളുണ്ട്. ലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم خلقنا النطفة علقة فخلقنا العلقة مضغة فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. അല്ലാഹു ഖുർആനിൽ കുറെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ മണ്ണായിരുന്നു, മണ്ണിൽ കിടന്നിരുന്നു. മണ്ണിൽ നിന്നാണ് നമ്മെ സൃഷ്ടിക്കപ്പെട്ടത്. ആദം നബി അലൈഹിസ്സലാമിനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്നതുകൊണ്ടും അങ്ങനെ പറയാം. ആദം നബിന്റെ മക്കളല്ലേ നമ്മൾ, അതുകൊണ്ട് അങ്ങനെ പറയാം. അതല്ല, ഇന്നും അള്ളാഹു ആ പ്രക്രിയ മണ്ണിൽ നിന്ന് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മണ്ണിന്റെ എസൻസുകൾ വലിച്ചെടുത്തുകൊണ്ടുള്ള പച്ച ചെടികൾ തിന്നിട്ട് ചുവന്ന ചോരയുണ്ടാകുന്നു. ആ രക്തം തരം മാറിയിട്ടാണ് ബീജമുണ്ടാകുന്നത്. അത് തരം മാറിയിട്ടാണ് മനുഷ്യനുണ്ടാകുന്നത്. ഇന്നും ആ പ്രക്രിയ അള്ളാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത് മണ്ണിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് മണ്ണാണ് മനുഷ്യന്റെ ഉത്ഭവം. ലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. കളിമണ്ണിൽ നിന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞില്ലേ, പിന്നെ നാം ബീജമായി കടന്നില്ലേ. പിതാവിന്റെ മുതുകിൽ നിന്നും മാതാവിന്റെ നെഞ്ചിൽ നിന്നും തെറിക്കുന്ന യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറാഇബ്, പിതാവിന്റെ മുതുകിൽ നിന്നും മാതാവിന്റെ നെഞ്ചിൽ നിന്നും തെറിച്ചു വീഴുന്ന ബീജത്തുള്ളികളായി അതിൽ നിന്നാണ് നമുക്ക് രൂപം കൊള്ളുന്നത്. പിന്നെ അത് രക്തക്കട്ടയായി മാംസകഷ്ണമായി ഉമ്മാന്റെ ഗർഭാശയത്തിൽ കുറെ ജീവിച്ചില്ലേ. അങ്ങനെ ഒരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തോട്ട് വന്നില്ലേ. ദുന്യാവിൽ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ. പിന്നെ നിങ്ങൾ മരിച്ചു കൊടുത്തേ പറ്റൂ. ഞാനും നിങ്ങളും മരിച്ചു കൊടുക്കേണ്ടവരാണ്. ഇതുവരെ പറഞ്ഞ ഒരു വിഷയത്തും ലോകത്ത് തർക്കമില്ല. മനുഷ്യന്റെ ഉൽപ്പത്തി മണ്ണാണ്, ശാസ്ത്രം അംഗീകരിച്ചിട്ടുണ്ട്. ബീജമായിരുന്നു, ശാസ്ത്രം അംഗീകരിച്ചിട്ടുണ്ട്. രക്തക്കട്ടവും മാംസകട്ടവുമായിട്ടുണ്ട് എന്ന് ശാസ്ത്രം സമ്മതിക്കുന്നു. ഏത് നിരീശ്വരവാദിയും അത് അംഗീകരിക്കുന്നു. ഉമ്മാന്റെ ഗർഭാശയത്തിൽ ജീവിച്ചു എന്നതും അംഗീകരിക്കുന്നു. ദുന്യാവിൽ ജീവിക്കുന്നു എന്നതും അംഗീകരിക്കുന്നു. മരിച്ചു കൊടുക്കുമെന്നതും അംഗീകരിക്കുന്നു. ഇനി പറയുന്നത് മാത്രം അംഗീകരിക്കുന്നില്ല. സുമ്മയിന്നക്കും ബഅദ ദാലിക സുമ്മയിന്നക്കും ഇലൈനാ തുബഅസൂൻ സുമ്മയിന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. പല സ്ഥലത്തും ഖുർആൻ പല വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. തുർജഊൻ തുബഅസൂൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിലേക്ക് നിങ്ങൾ മടക്കപ്പെടും, ആ മരണത്തിന് ശേഷം നിങ്ങളെ യാത്രയാക്കപ്പെടും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ ചെന്നിട്ടാ അവസാനിക്കുന്നത്. അവിടെ തന്നെ അത് അവസാനിക്കുന്നുള്ളൂ. അപ്പോൾ ജീവിതത്തിന്റെ 9 ഘട്ടങ്ങളിൽ 8 എണ്ണം ഏത് നിരീശ്വരവാദിയും അംഗീകരിക്കുമെങ്കിൽ 9ാമത് പറഞ്ഞ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ എന്തിനു വിമർശിക്കണം? അതും കൂടി അങ്ങ് അംഗീകരിച്ചു കൊടുത്തുകൂടെ? ഇസ്ലാം പറഞ്ഞ 9 കാര്യങ്ങൾ, ഖുർആൻ പറഞ്ഞ 9 കാര്യങ്ങളിൽ 8 എണ്ണം ശരിയാണെന്ന് ബോധ്യപ്പെട്ട നിരീശ്വരവാദി, നിനക്ക് എന്തുകൊണ്ട് 9ാമത്തെ കാര്യവും അങ്ങ് അംഗീകരിച്ചു കൊടുത്തുകൂടാ? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. വന്നവരാണ്, നാം തിരിച്ചു പോകും. എന്താ തെളിവ്? ഇന്ന് ഞാൻ താമസിക്കുന്ന വീട്, ആ വീട്ടിൽ പണ്ട് ആരാ താമസിച്ചത്? എന്റെ വാപ്പ. അവരുടെ പോയി മരിച്ചുപോയി. അതിനു മുമ്പ് പിന്നെ ആ വീട്ടിൽ ആരാ താമസം? വല്യാപ്പാന്റെ വീടായിരുന്നു, തറവാടായിരുന്നു. അവരുടെ പോയി മരിച്ചുപോയി. അതിനു മുമ്പാരാ? അതിനു മുമ്പ് വല്യാപ്പ അവർ മരിച്ചുപോയി. അങ്ങനെ നോക്കുമ്പോ ഈ ഇരിക്കുന്ന സദസ്സിലുള്ള മുഴുവൻ ആളുകളുടെയും, ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മനുഷ്യന്മാരുടെയും പിതാക്കന്മാന്മാര് അങ്ങോട്ട് മേലോട്ട് നോക്കിയാലൊക്കെ മരിച്ചുപോയി. പോയി ആദം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലെത്തും. അബൂനാ അബുൽ ബശർ, സർവ മനുഷ്യന്റെയും ബാപ്പയായ ആദം നബി അലൈഹിസ്സലാം മരണപ്പെട്ടുപോയി, വഫാത്തായിപ്പോയി. അവരൊക്കെ വന്നയിടത്തേക്ക് തിരിച്ചുപോയി. അതുപോലെ ഞാനും പോകാനുള്ളവനാണ്.
അപ്പൊ എങ്ങോട്ടായി പോണത്? പോയിട്ടെങ്ങോട്ടാണ്? ചില സംഗതികൾ 2-3 രൂപത്തിൽ അല്ലാഹു തആല തുടക്കവുമില്ല ഒടുക്കവുമില്ല. തുടക്കവുമില്ല ഒടുക്കവുമില്ല. അല്ലാഹു തആലക്ക് ഒരു തുടക്കമില്ലല്ലോ, ഒടുക്കവുമില്ല. ചില സംഗതിക്ക് തുടക്കമുണ്ട്, ഒടുക്കവുമുണ്ട്. നമ്മളെപ്പോലെ അദമുല്യ അവലിഹി അദമുല്യ ആഖിരിഹി ഉജൂദുഹു ബൈന അദ്മൈനി കമുന്നദിമി. ഒരു കാര്യത്തെ നമ്മളില്ലായിരുന്നു, ഉണ്ടായി, ഇനി നമ്മളില്ലാതാവുകയും ചെയ്യും. അതിനിടയ്ക്കുള്ള കുറച്ചു കാലത്തെ ഉണ്ടാകലേ നമുക്കുള്ളൂ. അപ്പൊ തുടക്കവും ഒരു തുടങ്ങുന്നു, എന്നതില്ലാതാവുകയും ചെയ്യുന്നു. അപ്പൊ തുടക്കവുമുണ്ട്, ഒടുക്കവുമുണ്ട്. മൂന്നാമത്തൊന്നുണ്ട്, തുടക്കമുണ്ട്, ഒടുക്കമില്ല. അതേതാണ്? പരലോകം. പരലോക ജീവിതത്തിന്റെ ഒരു തുടക്കമുണ്ട് മരണത്തോടുകൂടി. പിന്നെന്തില്ല? അതിനവസാനമില്ല. സുഖമാണോ കാലാകാലം സുഖം, ദുഃഖമാണോ കാലാകാലം ദുഃഖം. അങ്ങനെയാണ് നമ്മുടെ മരണത്തോടുകൂടി പരലോക ജീവിതത്തിന്റെ അവസ്ഥ. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ അവസ്ഥ എന്താണെന്നറിയുമോ? നശിപ്പില്ലാത്ത ഒരു ലോകമാണ്. അല്ലാഹു തആല ഈ റൂഹിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനൊരു തുടക്കമുണ്ട്. എന്നാണോ സൃഷ്ടിക്കപ്പെട്ടത് അതാണ് അതിന്റെ തുടക്കം. പിന്നെ അതിനവസാനമുണ്ടോ? അതിന് അവസാനമില്ല. അതങ്ങനെ അല്ലാഹുവിന്റെ സൽപ്പനത്ത് എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലം അത് നിലനിൽക്കും. അതിന് പിന്നെ അവസാനമില്ല, അതങ്ങനെ തുടരും. അപ്പോൾ നമ്മളൊക്കെ ഈ ദുനിയാവിൽ നിന്ന് കഴിഞ്ഞ കാലത്ത് പോയവരൊക്കെ എങ്ങോട്ടാ പോയത്? വേറെ ഒരു ലോകത്തേക്ക് അവരുടെ ജീവിതം മാറിയതാണ്. ആ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതവിടെ ചെന്നാണ് അവസാനിക്കുന്നത്. ആ അവസാന ജീവിതം നന്നാക്കി തീർക്കണം. അതിനാവശ്യമായ വിഭവങ്ങൾ സമാഹരിക്കാൻ ഇവിടെ വന്നതാണ് തൽക്കാലത്തേക്ക്. ഒരു വിദേശിയെ പോലെ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ. വഴിയാത്രക്കാരനെ പോലെ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ. ഇവിടെ നിന്ന് ഗൾഫിൽ പോയവർ ആ ഗൾഫിൽ ഒരു വിദേശിയായി ജീവിക്കുന്നു. ആ വിദേശ ജീവിതത്തിന് കുറെ നിയന്ത്രണങ്ങളുണ്ട്. പരിമിതമായ ജീവിതമാണ്. യാത്രക്കാരൻ ഒരു വഴിമധ്യേ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മരത്തിന്റെ താഴെ അല്പം വിശ്രമിക്കാനിരിക്കുന്നു. ആ വിശ്രമത്തിന്റെ ഇടയിൽ പരിമിതമായ നിയന്ത്രിത ജീവിതമാണ്. സ്വസ്ഥമായ സ്വൈര്യമായ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ജീവിതമല്ല. എന്ന പോലെ ഈ ദുനിയാവിൽ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ആഖിറത്തിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരല്പനേരത്തെ ഇടവേളയാണ്, ഒരു വിശ്രമ സ്ഥലമാണ്. വിദേശിയാണ് എന്ന് കണക്കാക്കി ദുനിയാവിൽ ജീവിക്കണം. വിദേശിയാകുമ്പോ ഈ ദുനിയാവിൽ ഒരു സ്വാതന്ത്ര്യവും നമുക്കില്ല. വിദേശിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഈ സദസ്സിൽ കുറേ ഗൾഫുകാരില്ലേ? ഇവിടുന്ന് ഗൾഫിലൊക്കെ പോയി ജീവിച്ചവർ. നമ്മുടെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നമുക്ക് നമ്മുടെ വീട്ടിലും നാട്ടിലുമുള്ള സ്വാതന്ത്ര്യം ദുബൈയിലോ അബുദാബിയിലോ ഉണ്ടായിരുന്നോ? സൗദിയിലുണ്ടായിരുന്നോ? ഇല്ല. എന്തുകൊണ്ട്? നാം അവിടുത്തെ വിദേശിയാണ്. വിദേശികൾക്ക് സ്വാതന്ത്ര്യമില്ല. ദുന്യാവിനെ സംബന്ധിച്ച് നബിതങ്ങൾ പറഞ്ഞത് അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ, ദുന്യാവ് മുഅ്മിനായ മനുഷ്യന്റെ ജയിലാണ്. വജന്നത്തുൽ കാഫിരി, അവിശ്വാസിയായ മനുഷ്യന്റെ മണിയറയാണ്. ദുന്യാവ് മുഅ്മിനായ മനുഷ്യന്റെ ജയിലാണ്. ജയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ജയിൽ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം തടയുക എന്നാ. ഒരു സ്വാതന്ത്ര്യമില്ല ഇവിടെ, ഒരു സ്വാതന്ത്ര്യമില്ല. എന്താ സ്വാതന്ത്ര്യം? നല്ല സ്വാതന്ത്ര്യമായിട്ടാണല്ലോ താമസിക്കണം. അത് ചിന്തിക്കാത്തത് കൊണ്ടാണ്. നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നു. ടോർച്ചടിച്ചുകൊണ്ട് വീട്ടിന്റെ മുറ്റത്തേക്ക് കടന്നു ചെല്ലുന്നു. വീട്ടുമുറ്റത്തേക്ക് അങ്ങ് കടക്കുന്നതിന് മുൻപ് ഇപ്പുറത്തിരുന്നു കൊണ്ട് ആ മതിലിന്റെ സൈഡിലിരുന്ന് അങ്ങ് മൂത്രമൊഴിക്കുന്നു. മൂത്രമൊഴിക്കുമ്പോൾ സഹോദര കൂടെ ഒരു ഉസ്താദ് ഉണ്ടെങ്കിൽ ഇടാ മൂത്രമൊഴിക്കരുത്, അവിടെ മൂത്രമൊഴിക്കാൻ പാടില്ല. എന്താ? അന്യന്റെ പറമ്പിൽ മൂത്രമൊഴിക്കാൻ പാടുണ്ടോ? നമ്മുടെ ഉടമാവകാശത്തിൽപ്പെട്ടതല്ലാത്ത ഒരു സ്ഥലത്ത് മൂത്രമൊഴിക്കാൻ പാടില്ല എന്നാ ശറഈന്റെ വിധി. നമ്മുടെ ഉടമാവകാശത്തിൽപ്പെട്ടതല്ലാത്ത ഒരു സ്ഥലത്ത് മൂത്രമൊഴിക്കാൻ പാടില്ല. അപ്പൊ മൂത്രമൊഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി എന്റെ പറമ്പക്ക് കടന്നാൽ പിന്നെ എനിക്ക് മൂത്രമൊഴിക്കാലോ? എന്റെ പറമ്പല്ലേ, ഞാൻ കാശ് കൊടുത്തു വാങ്ങി, എന്റെ സ്വന്തം ഭൂമിയല്ലേ, ആരുണ്ട് തടയാൻ? ശരി, മൂത്രമൊഴിക്കാനിരുന്നപ്പോൾ ഇരുന്നത് ഖിബിലക്ക് മുന്നിട്ടാണ്.
ഖിബിലക്ക് മുന്നിട്ട് മൂത്രമൊഴിക്കാൻ പാടില്ല. അങ്ങനെ തിരിയാൻ പാടില്ല. ഖിബിലല്ലേ അവിടെ? ഖിബിലിന്റെ ഭാഗത്ത് തിരിഞ്ഞ് മൂത്രമൊഴിക്കാൻ പാടുണ്ടോ? ഇല്ല. ഖിബിലാന്റെ നേരെ തിരിഞ്ഞ് മൂത്രമൊഴിക്കാൻ പാടില്ല. അപ്പോ കിഴക്കോട്ട് തിരിഞ്ഞു. കിഴക്കോട്ട് തിരിഞ്ഞിട്ട് മൂത്രമൊഴിക്കാൻ പാടുണ്ടോ? പാടുണ്ടോ? ഞാനിപ്പോ കിഴക്കോട്ട് തിരിഞ്ഞല്ലേ നിൽക്കണത് അല്ലേ? കിഴക്കതല്ലേ? നിങ്ങൾ പടിഞ്ഞാട്ട് തിരിഞ്ഞു. നിങ്ങൾ പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്നിട്ട് മൂത്രമൊഴിക്കാൻ പാടുണ്ടോ? പാടില്ല. ഖിബിലിന്റെ നേരെയാണ്. എന്നാൽ ഞാൻ ഇപ്പൊ ഖിബിലേക്ക് പിന്നിട്ടാ നിൽക്കുന്നത്, കിഴക്കോട്ട് തിരിഞ്ഞിട്ടാ നിൽക്കുന്നത്. ഇങ്ങനെ നിന്ന് മൂത്രമൊഴിക്കാവോ? ഒഴിക്കാം. ഒരു വെറുതെ ഇടങ്ങേറുണ്ടാക്കണ്ട. ഒഴിക്കണേന് ഒരു കുഴപ്പമില്ല. ഞാൻ ഖിബിലക്ക് പിന്നിട്ടാ നിൽക്കുന്നത്. ഇങ്ങനെ നിന്ന് കാഷ്ടിക്കാൻ പാടുണ്ടോ? പാടില്ല. എനിക്ക് ഖിബിലക്ക് പിന്നിട്ട് നിന്ന് കാഷ്ടിക്കാൻ പാടില്ല. നിങ്ങൾക്കോ? നിങ്ങളിപ്പോ ഖിബിലക്ക് മുന്നിട്ടാണ് ഇരിക്കണത്. നിങ്ങൾക്ക് ഈ ഇരുത്തം ഇരുന്ന് കാഷ്ടിക്കാവോ? കാഷ്ടിക്കാം, കുഴപ്പമില്ല. അന്നങ്ങനെ ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും മൂത്രിക്കുന്നതും കാഷ്ടിക്കുന്നതും ഹറാമാണ്. രണ്ട് സംഗതി പറഞ്ഞിട്ടില്ലേ? ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും അവിടെ രണ്ടെണ്ണം പറഞ്ഞേ. മൂത്രിക്കുന്നതും കാഷ്ടിക്കുന്നതും അവിടെയും രണ്ടെണ്ണം പറഞ്ഞേ. ആദ്യം പറഞ്ഞ ഒന്നിന്റെ കൂടെ ഈ രണ്ടാമത് പറഞ്ഞ ഒന്നിനാണ് കൂട്ടുക. ലഫ് നസർ മുറത്തബ് എന്നാണ് ഇതിന് മുലിയമാരെ ഭാഷയിൽ പറഞ്ഞ അതിന് പറയാം. ഖിബിലക്ക് മുന്നിട്ട് മൂത്രിക്കലും പിന്നിട്ട് കാഷ്ടിക്കലും ഹറാമാണ്. ഖിബിലക്ക് മുന്നിട്ട് മൂത്രിക്കാൻ പാടില്ല, ഖിബിലക്ക് പിന്നിട്ട് കാഷ്ടിക്കാനും പാടില്ല എന്ന് ഞാൻ പറഞ്ഞത് അർത്ഥമുള്ളൂ. വെറുതെ മനുഷ്യന്മാരടങ്ങാറാക്കണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഖിബിലക്ക് മുന്നിട്ടാ ഇരിക്കുന്നത്. ഖിബിലക്ക് മുന്നിട്ടിരുന്ന് മൂത്രിക്കരുത്. പുറപ്പെടുന്ന നജസ് ഖിബിലന്റെ ഭാഗത്തേക്കാകരുത് എന്നാ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ ഖിബിലക്ക് മുന്നിട്ട് മൂത്രമൊഴിക്കാൻ പാടില്ല. ഖിബിലക്ക് പിന്നിട്ട് മൂത്രമൊഴിക്കാൻ കുഴപ്പമില്ല. ഖിബിലക്ക് മുന്നിട്ട് ഖിബിലന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നിട്ട് കാഷ്ടിക്കാൻ പാടില്ല. പിൻഭാഗം ഖിബിലന്റെ ഭാഗത്തേക്ക് കാഷ്ടിക്കാൻ പുറപ്പെടുന്ന നജസ് ഖിബിലന്റെ നേരെയാ. അതിനേക്കാൾ രസമുള്ളൊരു വിഷയം, ഒരാൾ ഖിബിലന്റെ നേരെ തിരിഞ്ഞു തിരിഞ്ഞിട്ട് മൂത്രമൊഴിക്കുകയാണ്. മൂത്രമൊഴിക്കുന്ന സമയത്ത് അയാൾ ആ ഓസ് ഒന്നും ഇങ്ങോട്ട് വളച്ചു പിടിച്ചിരുന്നാലോ? ഖിബിലന്റെ ഭാഗമല്ലാത്തൊരു ഭാഗത്തേക്ക് അത് ഇങ്ങോട്ട് വളച്ചു പിടിച്ചു. ഇരിക്കുന്നത് ഖിബിലന്റെ നേരെയാ. പക്ഷെ അത് മൂത്രമൊഴിക്കുന്ന സമയത്ത് ആ ഓസ് ഇങ്ങോട്ട് വളച്ചു പിടിച്ചാലോ? ഒരു കുഴപ്പമില്ല. തൊഴിൽമയും കൃത്യമായി പറഞ്ഞതല്ലേ. അപ്പൊ പുറപ്പെടുന്ന നജസ് ഖിബിലന്റെ ഭാഗത്തേക്കാകരുത് എന്നേ ഉള്ളൂ. മനുഷ്യന്മാരടങ്ങാറാക്കണ്ട, അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ മൂത്രമൊഴിക്കുകയാണെങ്കിൽ നിയമം ഖിബിലന്റെ ഭാഗത്ത് തിരിഞ്ഞ് മൂത്രമൊഴിക്കരുത്. ഖിബിലക്ക് പിന്നിട്ടിരുന്ന് കാഷ്ടിക്കുകയും ചെയ്യരുത്. ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും മൂത്രിക്കുന്നതും കാഷ്ടിക്കുന്നതും എന്ന് പറഞ്ഞാൽ ഖിബിലക്ക് മുന്നിട്ട് മൂത്രിക്കുന്നതും പിന്നിട്ട് കാഷ്ടിക്കുന്നതും ഹറാമാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. ഏതായിരുന്നാലും നിയമല്ലേ. എടാ ഖിബിലക്ക് മുന്നിട്ട് പാടില്ല. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകും. ഉച്ച സമയം, ബസ്സില്ല, വാഹനമില്ല, ബന്ധു നടന്നങ്ങനെ പോവാ. അപ്പോഴതാ വല്ലാതെ മൂത്രമൊഴിക്കാൻ മുട്ടുന്നു. ഒരു വയൽ വരമ്പത്ത് കൂടി ഇങ്ങനെ നടന്നു പോയപ്പോ കുറെ അങ്ങോട്ട് കയറി ചെന്നൊരു പറമ്പിലേക്ക് എത്തിയപ്പോ ഒരു തണലത്തേക്ക് ആശ്വാസം മൂത്രമൊഴിക്കണം തോന്നി. ഒരു മരത്തിന്റെ താഴെ തണൽ കണ്ടപ്പോൾ ആ മരത്തിന്റെ താഴെ ഇരുന്ന് മൂത്രമൊഴിക്കാൻ ഉദ്ദേശിക്കുന്നു. അവിടെ ഇരുന്ന് മൂത്രമൊഴിക്കലോടോ? എന്തേ? നോക്ക്, ആ മരത്തിന്റെ മുകളിലേക്ക് നല്ല പഴങ്ങൾ വെക്ക്. പഴം കഴിക്കുന്ന മരത്തിന്റെ വീട്ടിൽ മൂത്രമൊഴിക്കാൻ പാടുണ്ടോ? പാടില്ല. മൂത്രമൊഴിക്കാൻ പാടില്ല. എല്ലാം വിരോധം. ഞാൻ എന്റെ പറമ്പിലാ മൂത്രമൊഴിക്കുന്നത്. എന്റെ സ്വന്തം പറമ്പ്, ഖിബിലക്ക് മുന്നിട്ടുമല്ല. പക്ഷേ ആ പറമ്പിന്റെ ഒരു മൂല, നമ്മളിവിടെ ഒരു നാട്ടിലൊരു കണക്ക്, തെക്ക് വടക്ക് മതിൽ അവന്റെതാ, കിഴക്കും പടിഞ്ഞാറും എന്റേതാ. അങ്ങനെ ഉണ്ടോ? ഉദാഹരണം ഞാൻ കൃത്യം പറയല്ല. തെക്കും പടിഞ്ഞാറും മതിൽ അവന്റേതാണ്, കിഴക്കും വടക്കും മതിൽ എന്റേതുമാണ്. അങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലൊരു പതിവ്. ഈ മതിൽ അവന്റെതാ, ആ മതിൽ എന്റേതാ. ഞാൻ കുത്തിയതാ, ഇത് അവൻ കുത്തിയതാ. അവൻ കുത്തിയ അവന്റെ പറമ്പിന്റെ മതിലിന്റെ മൂട്ടിൽ പോയിട്ട് എന്റെ പറമ്പിൽ ഇരുന്നിട്ടാണ് ഞാൻ മൂത്രമൊഴിക്കുന്നതെങ്കിലും പാടില്ല. സഹാബത്ത് യുദ്ധത്തിന് പോവാൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും കൂടി യുദ്ധത്തിന് പോവാൻ. പോകുന്നതിനിടയിൽ ഒരാളെ വിളിച്ചിട്ട് മാറി നിൽക്കണു. ഒരാളെ പിടിച്ചിട്ട് മാറ്റി നിർത്തി. എല്ലാവരും കൂടി എന്താ ഈ സഹാബിനെ പിടിച്ച് മാറ്റി നിർത്തിയത്? അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീ അയൽവാസിന്റെ മതിലിന്റെ മൂട്ടിൽ മൂത്രയിട്ടാളല്ലേ, ഞങ്ങളെ കൂടെ യുദ്ധത്തിന് വരണ്ടാന്ന് പറഞ്ഞു. തങ്ങൾ പഠിപ്പിക്കുന്നു ഒരു താക്കീത്. എന്തുമാത്രം നിയമം! ഒരു മൂത്രമൊഴിക്കണമെങ്കിൽ സ്വാതന്ത്ര്യമില്ല. തുപ്പാൻ സ്വാതന്ത്ര്യമുണ്ടോ? വലത് ഭാഗത്തേക്ക് തുപ്പരുത്, മുൻഭാഗത്തേക്ക് തുപ്പരുത്. തുപ്പുകയാണെങ്കിൽ മുന്നിലോട്ട് തുപ്പരുത്.
വലതുഭാഗത്തേക്ക് തുപ്പരുത്, ഇടതുഭാഗത്തേക്ക് തുപ്പാവൂ. അങ്ങനെ നടന്നു പോകുമ്പോ ഇടതുഭാഗത്ത് കുറെ മനുഷ്യന്മാരുണ്ട്, അവര് മേലക്കാവൂലേ? തുപ്പാന് മുന്നിലേക്കേ സൗകര്യമുള്ളൂ, വലതുഭാഗത്തേക്കേ സൗകര്യമുള്ളൂ, ഇടതുഭാഗത്ത് ആളുകളുണ്ട്. അങ്ങനെ നീ കുടുങ്ങി വന്നാൽ, തുപ്പേണ്ടി വന്നാൽ ഒന്ന് ചരിച്ച് തുപ്പിയിട്ടല്ലാതെ നേരെ മുൻഭാഗത്തേക്കും വലത്തോട്ടും തുപ്പരുത്. എന്ന് മാത്രമല്ല, ഖിബലന്റെ ഭാഗത്തേക്ക് തുപ്പരുത്. ഖിബലാന്റെ ഭാഗത്തേക്ക് തുപ്പിയാൽ ആ മനുഷ്യൻ തുപ്പിയ ഉമിനീരുകൾ മുഴുവനും നെറ്റത്തടത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടുകൊണ്ട് നാളെ പരലോകത്ത് ഹാജരാക്കും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഖിബലന്റെ ഭാഗത്തേക്ക് തുപ്പിയ മനുഷ്യന്റെ ഉമിനീര് മുഴുവനും അവന്റെ നെറ്റത്തടത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടുകൊണ്ട് പരലോകത്ത് കൊണ്ടുവരും. പരലോകത്ത് ജനങ്ങളെ അല്ലാഹു തആല സ്വഫ് സ്വഫായിട്ട് നിർത്തും. എത്ര സ്വഫാണെന്നറിയുമോ നിങ്ങൾ? ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യ ജിന്ന് ഭൂതവർഗങ്ങളെയും അല്ലാഹു തആല മഹ്ശറിൽ സ്വഫായിട്ടാ നിർത്തി. നിസ്കരിക്കാൻ സ്വഫ് കെട്ടാറില്ലേ? ഇതുപോലെ സ്വഫായിട്ട് അല്ലാഹു മഹ്ശറിൽ നിർത്തും. എത്ര സ്വഫാണ് മഹ്ശറിലെ ജനങ്ങള്? 120 സ്വഫാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മഹ്ശറിലെ ജനങ്ങളെ നിർത്തുന്നത് 120 സ്വഫാണ്. ഇതില് 3 സ്വഫ് മാത്രമാണ് സ്വർഗത്തിലേക്കുള്ളത്, 117 സ്വഫ് നരകത്തിലേക്കാണ്. നബിയുനാ റസൂലുള്ളാഹി ആ 3 സ്വഫിലും അല്ലാഹു നമ്മളെ കയറ്റി തരുമാറാവട്ടെ. ഈ ഖിബലന്റെ ഭാഗത്തേക്ക് തുപ്പിയ മനുഷ്യൻ, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസായത്, അബൂദാവൂദിൽ കാണാം. ഈ ഖിബലന്റെ ഭാഗത്തേക്ക് തുപ്പിയ മനുഷ്യൻ ഈ 3 സ്വഫിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ ആ സ്വാലിഹീങ്ങളായ സ്വർഗാവകാശികൾ നിൽക്കുന്ന 3 സ്വഫേ ഉള്ളൂ, ബാക്കി 117 സ്വഫും വരിയും നരകത്തിലേക്കാണ്. ആ 3 സ്വഫിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന സമയത്ത് ആ ആളുകൾ ഇവനാട്ടി ഓടിക്കും, ഇങ്ങോട്ട് വരരുത്, പൊയ്ക്കോ, നിന്റെ നെറ്റിയിൽ മുഴുവൻ തുപ്പലല്ലേ, വൃത്തികേട്, ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ട് അവനെ ഓടിക്കും. സത്യത്തിൽ ഖിബലന്റെ ഭാഗത്ത് തുപ്പൽ ഹറാമാണോ? അല്ല, അദബാണ്. ഈ ദുനിയാവിൽ അല്ലാഹു തആല ആദ്യമായി മനുഷ്യന്മാർക്ക് ഇബാദത്ത് ചെയ്യാൻ ഉണ്ടാക്കിയ ആരാധനാലയമാണ് കഅബ. അതിന് ബഹുമാനിക്കണം. ആ ഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല. തുപ്പിയാൽ ആ ഉമിനീര് മുഴുവൻ നെറ്റിത്തടത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടുകൊണ്ട് മഹ്ശറിൽ കൊണ്ടുവരും. സ്വാലിഹീങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്കൊന്നും അവൻ അടുക്കാൻ സമ്മതിക്കൂല എന്നാണ്. അപ്പൊ നോക്കണേ നിങ്ങൾ, തുപ്പാൻ സ്വാതന്ത്ര്യമുണ്ടോ? അത് മാത്രമല്ല, സർവ കാര്യങ്ങൾക്കും നിയമം, എന്ത് തൊട്ടാലും നിയമം. അപ്പൊ സ്വാതന്ത്ര്യം തടഞ്ഞു ദുനിയാവിന്. അതാണ് സിജ്ന് എന്ന് പറഞ്ഞാൽ. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനി, ദുനിയാവ് മുഅ്മിനായ മനുഷ്യന്റെ ജയിലാണ്. ജയിൽ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം തടയുകയാണ്. ദുനിയാവിൽ ജീവിക്കാൻ ഒരു സ്വാതന്ത്ര്യവും നമുക്കില്ല. സർവവും വ്യവസ്ഥാപിതമായി ഒരു നിയമത്തിന് വിധേയമായിട്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിലെ സമ്പത്ത്, ഇവിടുത്തെ ജീവിതം, ഇതൊന്ന് വിലയിരുത്തിയാൽ എന്തിനാണ് ഈ ദുനിയാവിൽ ഇങ്ങനെ ഒരു നിയമത്തിന്റെ ഉള്ളിൽ കിടന്ന് കഷ്ടപ്പെട്ട് നാം ജീവിക്കുന്നത്? ദുനിയാവ് സമ്പാദിക്കാനാണെങ്കിൽ അത് വിട്ടയച്ചുകൊണ്ട് നാം പോകുന്നവരാണ്. മാത്രമല്ല, ദുനിയാവിലെ ഇന്നത്തെ മുതലാളി നാളെ ദരിദ്രനായേക്കാം, ഇന്നത്തെ ദരിദ്രൻ നാളെ മുതലാളിയായേക്കാം. സമ്പത്തിന്റെ സ്ഥിതി അങ്ങനെയാണ്. ഇതാണോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? അതിനുവേണ്ടിയാണോ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്? അല്ല. പിന്നെയോ, തിൽക്കൽ ജന്നത്തുല്ലതീ നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയാ. ആ സ്വർഗം, തിൽക്കൽ ജന്നത്തു, ആ സ്വർഗം, അല്ലതീ നൂരിസു, അനന്തരമായി നാം നൽകുന്ന സ്വർഗം. നൂരിസു എന്ന് പറഞ്ഞാൽ അനന്തരം നൽകുക എന്നാണ്. അനന്തരം കൊടുക്കുന്നത് വാപ്പാന്റെ സ്വത്തല്ലേ, പിതാവിന്റെ സ്വത്തല്ലേ അനന്തരം കിട്ടുന്നത്? തറവാട് മുതലല്ലേ അനന്തര സ്വത്തുമായിട്ട് ഓഹരി ചെയ്യുന്നത്? അതേ സ്വർഗം പിതാവിന്റെ സ്വത്താണ്. അതാണ് നമ്മുടെ തറവാട്. ആ തറവാട്ടിലേക്ക് മടങ്ങിപ്പോകണം. എനിക്കെന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്റെ തറവാട്ടിൽ തിരിച്ചെത്തണമെന്നാണ്.
എന്റെ തറവാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് എന്റെ റബ്ബിന്റെ ലിഖാഅ് കാണണമെന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഞാൻ എന്റെ തറവാട്ടിലേക്ക് തിരിച്ചെത്തണം. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. എന്റെ തറവാടായ സ്വർഗത്തിലേക്ക് മടങ്ങിയെത്തണം. അതിന് കുറെ പണിയുണ്ട് എന്ന് ഈ ആയത്തിൽ നിന്ന് തന്നെ അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. തിൽക്ക എന്ന് പറഞ്ഞാൽ അത് എന്നാണ് അർത്ഥം. ദൂരത്തുള്ളതിനെ സൂചിപ്പിക്കാനാണ് തിൽക്ക ഉപയോഗിക്കുക. അറബി ഗ്രാമർ അനുസരിച്ച് ഇത്, അത്, ഇവൻ, അവൻ എന്നൊക്കെ പറയുന്നതിന് ഹാദാ, ദാലിക, തിൽക്ക എന്നൊക്കെ പറയുന്ന പദങ്ങളുണ്ട്. ഇത് എന്ന അടുത്തുള്ളതിനെ കുറിച്ച് പറയും, അത് എന്ന ദൂരത്തുള്ളതിനെ കുറിച്ച് പറയും. ദൂരത്തുള്ളതിനെ കുറിച്ച് പറയുന്നതിനാണ് തിൽക്ക ഉപയോഗിക്കുക. അപ്പൊ തിൽക്കൽ ജന്നത്തു, ആ ദൂരത്ത് കിടക്കുന്ന സ്വർഗം, അടുത്തൊന്നുമല്ല സ്വർഗം. പെട്ടെന്നങ്ങ് കയറിച്ചെല്ലാൻ പറ്റിയിടത്തല്ല സ്വർഗം. ഒരുപാട് യാത്ര ചെയ്താലേ സ്വർഗത്തിലെത്തൂ, ഒരുപാട് കഷ്ടപ്പെട്ടാലേ സ്വർഗത്തിലെത്തൂ. പെട്ടെന്നങ്ങോട്ട് ഓടിച്ചെന്ന് കയറാൻ പറ്റിയതല്ല. ആ ദൂരത്ത് കിടക്കുന്ന എന്റെ തറവാട്, എന്റെ തറവാട്ടിലേക്ക് കുറെ ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ യാത്ര ചെയ്താലേ എനിക്ക് ആ തറവാട്ട് എത്താൻ കഴിയൂ എന്ന്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യബോധത്തോടുകൂടി മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ. ലക്ഷ്യം മറന്ന് ജീവിച്ചവൻ പിഴച്ചവനാണ്. ലക്ഷ്യബോധത്തോടുകൂടി മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു ബോധം നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടാൻ വേണ്ടി എന്ത് കഠിനാധ്വാനവും നമ്മൾ ചെയ്യുകയില്ലേ? നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എങ്കിലത് നേടാൻ വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിക്കും. ഇപ്പോൾ ഇതാ കേന്ദ്ര ഗവൺമെന്റ് എല്ലാ സ്ഥലത്തും ഓരോരുത്തർക്കും ഒരു പ്രത്യേകമായ ഐഡന്റിറ്റി കാർഡ് കൊടുക്കുന്ന സമയം ഫോട്ടോ എടുക്കണം. എത്ര വയസ്സന്മാരും വയസ്സത്തിമാരും കുട്ടികളും ഈ സ്കൂളിന്റെ മുമ്പിലൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ അവർ പറയുന്ന അക്ഷയ കേന്ദ്രങ്ങളുടെ മുമ്പിൽ പോയിട്ട് ക്യൂ നിൽക്കുകയാണ്. എത്ര സമയമാണ് വെയിൽ കൊണ്ട് ക്യൂ നിൽക്കുന്നത്? എന്തിനാണത്? ഒരു കാർഡ് കിട്ടും, ഒരു ഫോട്ടോ എടുത്താൽ. എന്താണ് അതിന്റെ ഉപകാരം? അതുകൊണ്ടൊക്കെ കുറെ ഉപകാരം എടുത്താതെ എന്താ ഉപകാരം? പിന്നെ എവിടെയെങ്കിലും വല്ല ഓഫീസിനും പോയാൽ ഇത് കാണിച്ചു കൊടുത്താൽ മതി, തിരിച്ചറിയൽ കാർഡിനേക്കാളും ഗുണമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാർഡിന്റെ പിന്നിൽ എന്തോ ഒരു നിസ്സാരമായ ഗുണം കണ്ടപ്പോഴേക്ക് എനിക്ക് ആ കാർഡ് സ്വന്തമാക്കണമെന്ന ഉദ്ദേശം ഹൃദയത്തിൽ വന്നപ്പോ, ഈ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഗവൺമെന്റ് തലത്തിൽ വേണ്ട ആവശ്യങ്ങൾക്ക് മുഴുവനും ആ ഒരു കാർഡിന്റെ ഉപകാരം കണ്ടപ്പോ അത് നേടിയെടുക്കാൻ ഉച്ച സമയത്ത് വെയിൽ കൊണ്ടുകൊണ്ട് സ്കൂളുകളുടെ മുമ്പിൽ നിൽക്കുന്ന ക്യൂവിൽ നമ്മൾ പോയി നിൽക്കാറില്ലേ? ആക്ഷേപിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു വിഷയം നേടിയെടുക്കണമെന്ന് നമ്മൾ വിചാരിച്ചത് ദുന്യാവിനാണെങ്കിൽ അതിന് എത്രമാത്രം കഷ്ടപ്പെടാറുണ്ട്. ഗവൺമെന്റ് എന്തെങ്കിലും വല്ല ഓഫറുകൾ ഉണ്ടെന്ന് കഴിഞ്ഞാൽ, ഏതെങ്കിലും വല്ല തുണിക്കടകളോ ഏതെങ്കിലും വല്ല സൂപ്പർ മാർക്കറ്റുകളോ എന്തെങ്കിലും ഒരു ഓഫർ എന്ന് പ്രഖ്യാപിച്ചാൽ ആ ഓഫർ എനിക്ക് കിട്ടണേ എന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എന്തുമാത്രം അതിനുവേണ്ടി കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണ്. ദുന്യാവിൽ എത്ര നമ്മൾ കഷ്ടപ്പെടാറുണ്ട്? കഷ്ടപ്പെടും, യാതൊരു സംശയവും ഇതിലില്ല. അതെല്ലാം അനുഭവമുള്ളവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഒരു ദിവസം വഅദ് കഴിഞ്ഞു പോകുമ്പോ രാത്രി പാതിരാ സമയമാണ്, 2 മണിയോടടുത്ത സമയത്ത് എറണാകുളം പട്ടണത്തിൽ കൂടി ഞാൻ എന്റെ പള്ളിയിലേക്ക് വഅദ് കഴിഞ്ഞിങ്ങനെ ബസ്സിൽ പോകുമ്പോ എറണാകുളം ടൗണിലേക്ക് ബസ് കടന്നു. എവിടെ എത്തി എന്ന് നോക്കാൻ വേണ്ടി ബസ്സിന്റെ ഷട്ടർ പൊക്കി നോക്കിയപ്പോ എറണാകുളം പട്ടണത്തിലെ ഏറ്റവും വിശാലമായ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ മുമ്പിൽ, സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാനുള്ള ഗാലറികളുണ്ട്, സൗകര്യമുണ്ട്. ആ ഗാലറി, ആ ഗ്രൗണ്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ്, സ്റ്റേഡിയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അതുപോലെ എത്രയോ ലക്ഷം ജനങ്ങൾക്ക് കാറ് പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്, ജനങ്ങൾക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്. ഞാനും ഈ ഷട്ടർ പൊക്കി നോക്കിയപ്പോ ആ ഗ്രൗണ്ടിന്റെ മുമ്പിൽ കണ്ടത് ലക്ഷക്കണക്കിന് മനുഷ്യന്മാര് നിരന്ന് കിടക്കുന്നു, തലങ്ങും വിലങ്ങും കിടക്കുന്നു. കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ മുമ്പിൽ എത്ര ലക്ഷം ജനങ്ങളാന്ന് പറയാൻ പറ്റില്ല. തലങ്ങും വിലങ്ങും തിരിച്ചും മറിച്ചും പൊട്ടിച്ചു മുറിച്ച് ചുരുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. പല കോലത്തിലാ കിടക്കുന്നത്.
എന്താണ് റബ്ബേ ഇവിടെ സംഭവിച്ചത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്റെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ആളോട് ചോദിച്ചു, എന്താണ് ഇവിടുത്തെ മനുഷ്യന്മാർ കിടക്കുന്നത്? അത് ഒന്നുമല്ല, മറ്റന്നാള് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏകദിന ക്രിക്കറ്റ് ഇവിടെ വെച്ച് നടക്കാൻ പോകുന്നുണ്ട്, ഈ സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട്. അതിന്റെ ടിക്കറ്റ് വാങ്ങാൻ നാളെ കൗണ്ടർ തുറക്കുമ്പോ ആ കൗണ്ടറിൽ ടിക്കറ്റ് വാങ്ങാനുള്ള ക്യൂ കാത്തു കിടക്കുകയാണ്. കളി നാളെയല്ല, കളി പിന്നെ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. പക്ഷേ ആ കളി കാണാനുള്ള ഗാലറിയിലെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി അതിന്റെ ടിക്കറ്റ് വിതരണം ചെയ്യുന്നത് നാളെ അതിന്റെ കൗണ്ടർ തുറക്കുമ്പോ ആളുകൾക്ക് ടിക്കറ്റ് കൊടുത്തു. അത് കഴിഞ്ഞു പോയാൽ ഗ്രൗണ്ടിലേക്ക് കടക്കാൻ പറ്റൂല, സ്റ്റേഡിയത്തിലേക്ക് കടക്കാൻ കഴിയില്ല. അപ്പൊ സ്റ്റേഡിയത്തിലേക്ക് കടക്കാനുള്ള അനുമതി ടിക്കറ്റിന് വേണ്ടി കാത്തുകിടക്കുകയാണ്. മനുഷ്യന്റെ മനസ്സിലൊരു പൂതി വന്നു കഴിഞ്ഞാൽ, അവനൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, മാനാന്തര മൈതാനത്തൊരു കളി വന്നാൽ അത് കാണാൻ പോകും, അതിന്റെ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കും, അതിനുവേണ്ടി ഉറക്കമൊഴിക്കും, ഭക്ഷണം കഴിക്കാതെ ഓടും. അവന് ഭക്ഷണം വേണ്ട, അവന് ഉറക്കം പ്രശ്നമല്ല. ബെഡിൽ കിടന്നുറങ്ങി അവനിപ്പോൾ ബെഡ് വേണ്ട. പുൽമേടകളിൽ കിടക്കാൻ തയ്യാറാണ്, ചരൽക്കല്ലുകളിൽ കിടക്കാൻ തയ്യാറാണ്, റെയിൽവേ സ്റ്റേഷനുകളിൽ കിടക്കാൻ തയ്യാറാണ്, ബസ് സ്റ്റോപ്പുകളിൽ കിടക്കാൻ തയ്യാറാണ്. എറണാകുളം പട്ടണത്തിലെ കൊതുകുകൾ മുഴുവനും കടിച്ചാലും പ്രശ്നമില്ലാതെ ഉറങ്ങുകയാണ്. കാരണം അവന്റെ മനസ്സിലൊരു മോഹമുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് ഒന്ന് കാണണം. നേരെ ടിവിയിൽ കണ്ടാ പോരാ, നഗ്നനേത്രങ്ങളെ കൊണ്ട് ലൈവായിട്ടൊന്ന് കാണണമെന്ന് മോഹിച്ചപ്പോൾ അതിനെന്ത് പ്രയാസങ്ങളും സഹിച്ചില്ലേ? അതവിടെ നടന്നപ്പോ ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടോ അവിടെ പോയി കാണാൻ കഴിയാത്തത് കൊണ്ടോ നമ്മുടെ നാട്ടില് ബ്രസീലും ഇംഗ്ലണ്ടും തമ്മിൽ കളിച്ച കളികൾ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രങ്ങൾ തമ്മിൽ കളിച്ച കളികൾ, പന്ത് കളി കാണാൻ വേണ്ടി, ഫുട്ബോൾ കാണാൻ വേണ്ടി രാത്രി നട്ടപ്പാതിരാ സമയത്ത് 2 മണിക്ക് ഉറക്കമൊഴിച്ചിരുന്നുകൊണ്ട് ടിവിയുടെ മുമ്പിൽ ഉറക്കമൊഴിച്ചിരുന്ന് ഏതെങ്കിലും ക്ലബ്ബുകളിലോ ഏതെങ്കിലും ഓഫീസുകളിലോ നമ്മുടെ വീട്ടിന്റെ ഒരു റൂമിലോ എല്ലാവരും കിടന്നുറങ്ങിയാലും ഉറക്കമൊഴിച്ച് പാതിരാവിലിരുന്നുകൊണ്ട് TV തുറന്നു വെച്ചുകൊണ്ട് തന്റെ മനസ്സ് മോഹിച്ച ആ ഫുട്ബോൾ കാണാൻ, ഉറക്കമൊഴിക്കാൻ നമ്മൾ തയ്യാറല്ലേ? നമ്മുടെ ജീവിതത്തിന് ഒരു ഉദ്ദേശമുണ്ട്, കളി കാണണം. ആ ഉദ്ദേശം മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉറക്കം പ്രശ്നമല്ല. അവൻ ഉറക്കമൊഴിക്കാൻ തയ്യാറാണ്, പണം എത്ര വേണമെങ്കിലും ചെലവാക്കാൻ തയ്യാറാണ്. അന്താരാഷ്ട്ര ഫുട്ബോൾ, ലോക ഫുട്ബോളിനോടനുബന്ധിച്ച്, വേൾഡ് കപ്പിനോടനുബന്ധിച്ച് TV കടക്കാർ ഓഫർ പറയുമ്പോ എങ്ങനെയെങ്കിലും ഒരു TV വാങ്ങണമെന്ന് ഉദ്ദേശിക്കാറില്ലേ? ആ TV വാങ്ങാൻ എന്തെല്ലാം പണികളെടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാനും നിങ്ങളും റഹ്മാനായ റബ്ബ് അവന്റെ റഹ്മത്തിന്റെ കവാടം തുറന്നു വെച്ച് പാതിരാ സമയത്ത് അവനിലേക്ക് കൈനീട്ടി യാചിക്കുന്ന അടിമകളെ നോക്കി സന്തോഷിക്കുമ്പോൾ ഒരൊറ്റ രാത്രി ഉറക്കമൊഴിച്ചിരുന്നുകൊണ്ട് എന്റെ ശരീരത്തെ നരകാഗ്നിയിൽ ഇട്ടുകൊണ്ട് കരിച്ചു കളയല്ല നീ എനിക്ക് വാഗ്ദത്തം ചെയ്ത സ്വർഗം നഷ്ടപ്പെടുത്താതെ ആ സ്വർഗം നേടിയെടുക്കുന്ന ഒരു നല്ല മനുഷ്യരാക്കി തരണേയെന്ന് ജീവിതത്തിലേതെങ്കിലും ഒരു സന്ദർഭം ഉറക്കമൊഴിച്ച് പാതിരാ പ്രതീക്ഷിച്ചിരിക്കാൻ എനിക്കോ നിങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജീവിതത്തിന് ലക്ഷ്യബോധമില്ലാത്ത മൃഗീയമായ ജീവിതമാണ് നാം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിന് ലക്ഷ്യമുണ്ടെങ്കിൽ ഉറക്കമൊഴിക്കും, അതുപോലെ അനുഭവമാണ്. അപ്പോൾ സഹാബത്ത് എന്ത് ചെയ്തു? അവർക്ക് ജീവിതത്തിന് ലക്ഷ്യമുണ്ട്, യഥാർത്ഥ ലക്ഷ്യമുണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ. ഈ ഉഹദ് പർവ്വതത്തിന്റെ പുറകിൽ നിന്ന് സ്വർഗത്തിന്റെ പരിമളം എന്റെ മൂക്കിലടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ചാടുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന സമയത്ത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈവിരലിൽ പിടിച്ചു തൂങ്ങി ആ കുഞ്ഞുമക്കൾ വിളിച്ചു പറയുന്നു, യാ അബതി യാ അബതി മതാ തജീ, ഉപ്പാ നിങ്ങൾ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? നിങ്ങൾ വന്നിട്ടേ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞുമക്കൾ ആ വാപ്പയെ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞേക്കുന്നു. യുദ്ധക്കളത്തിൽ നിന്ന് ശത്രുവിനോട് പടപൊരുതിയപ്പോൾ തന്റെ 2 വലത് കൈയും ആദ്യം വലത് കൈയിന് വിട്ടുകൊണ്ട് കൈയങ്ങ് മുറിഞ്ഞു വീണുപോയി. പടച്ചോനെ, ഇസ്ലാമിന്റെ പതാകക്ക് കേടുപറ്റുമല്ലോ, എന്റെ കൈ എന്ന് താൻ പറഞ്ഞില്ല. വലത് കൈയിന് വിട്ടുകൊണ്ട് ആ കൈയങ്ങ് മുറിഞ്ഞുപോയപ്പോൾ
എന്റെ കൈ എന്ന് സ്വാഭാവികമായും ഒരു മനുഷ്യൻ പറയേണ്ട സ്ഥാനത്ത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് പറയുന്നത്, പടച്ചവനെ, ഇസ്ലാമിന്റെ പതാക പിടിച്ച കൈയാണല്ലോ മുറിഞ്ഞുപോയത്. ആ പതാക തന്റെ കക്ഷത്തുറുക്കി പിടിച്ചു. മുറിഞ്ഞ കൈയുമായിട്ട് രക്തമൊലിച്ചുകൊണ്ട് യുദ്ധം തുടർന്നു. ഇടത് കൈയിൽ വാള് പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നു. ഇടത് കൈയിന് വെട്ടുകൊണ്ടപ്പോ എന്റെ കൈ എന്ന് പറയുന്നതിന് പകരം പടച്ചോനെ, ഇസ്ലാമിന്റെ പതാക കക്ഷത്തിറുക്കി പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നു. രണ്ട് കൈയും മുറിഞ്ഞ് കൂട്ടിപ്പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നു. ഇസ്ലാമിന്റെ പതാക കക്ഷത്തിറുക്കി പിടിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്റെ കാലിന് വെട്ടുകൊണ്ടു. കാലിന്റെ തുടയുടെ താഴ്ഭാഗത്തേക്ക് മുറിക്കപ്പെട്ടുപോയി. രണ്ട് കാലും മുറിഞ്ഞു, രണ്ട് കൈയും മുറിഞ്ഞു. യുദ്ധക്കളത്തിൽ വീണ് കിടക്കുന്നു. അതുവരെ പടപൊരുതി കുതിരപ്പുറത്ത് നിന്ന് താഴെ യുദ്ധക്കളത്തിൽ വീണ് കിടക്കുന്നു. യുദ്ധം ഏകദേശം ശാന്തമായി. സഹാബത്ത് വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട സഹാബത്ത് പറയുന്നു, ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പോ എനിക്ക് കണ്ട കാഴ്ച, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മുൻഭാഗത്ത് 80ഓളം വെട്ടുകളും കുത്തുകളും മുൻഭാഗത്ത് മാത്രമുണ്ട്. ഞാനൊന്ന് കമഴ്ത്തിക്കിടത്തി നോക്കി. കമഴ്ത്തിക്കിടത്തി നോക്കിയപ്പോ ശരീരത്തിന്റെ പുറഭാഗത്തൊരു പോറ പോലും ഏറ്റിട്ടില്ല. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, തന്റെ രണ്ട് കൈയും മുറിക്കപ്പെട്ടപ്പോൾ, തന്റെ രണ്ട് കാലും മുറിക്കപ്പെട്ടപ്പോൾ, ഇത്രമാത്രം വെട്ടുകളും കുത്തുകളും തന്റെ ശരീരത്തിലേക്ക് വന്നപ്പോ ഏതെങ്കിലും ഒരു വെട്ട് തന്റെ മനസ്സിനെ വേദനിപ്പിച്ച് ഒന്ന് പിന്തിരിഞ്ഞിരുന്നുവെങ്കിൽ ഒരു വെട്ടെങ്കിലും പുറഭാഗത്ത് കൊള്ളുമായിരുന്നു. 80ഓളം വെട്ട് തന്റെ മാറിടത്തിൽ മാത്രം വന്ന് പതിച്ചപ്പോഴും, രണ്ട് കൈയും കാലും വെട്ടിമുറിക്കപ്പെട്ടപ്പോഴും തന്റെ മനസ്സ് പരിശുദ്ധ ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് മാറിയിട്ടില്ല. അതൊരു മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവമല്ല. ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് മല പോലത്തെ പ്രശ്നം വന്നാലും ഒരിഞ്ച് പുറകോട്ട് മാറൽ ഈമാനുള്ള മനുഷ്യന്റെ ലക്ഷണമല്ല. ഈ ഒരൊറ്റ വെട്ടും തന്റെ മനസ്സിനെ വേദനപ്പെടുത്തിയില്ല. അത് മുഴുവനും ശരീരത്തിന്റെ മുൻഭാഗത്താണ്. ഒരൊറ്റ വെട്ടുപോലും പിൻഭാഗത്തില്ലാണ്. എന്തേ ഇത്രമാത്രം വെട്ടും കുത്തും കൊണ്ടുകൊണ്ട് അവരൊക്കെ യുദ്ധക്കളത്തിൽ? ആ സഹാബിക്ക് സ്വാഭാവികമായും ഒരു ചിന്ത വരേണ്ടതല്ലേ? ആ യുദ്ധക്കളത്തിൽ കിടക്കുമ്പോ, ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ എന്റെ മക്കൾ എന്നോട് പറഞ്ഞ വാക്ക്, യാ അബതി യാ അബതി മതാ തുജീഇ, ഉപ്പാ നിങ്ങളെപ്പോഴാണ് വരുന്നത്? നിങ്ങൾ വന്നിട്ടേ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ മക്കൾ ഇങ്ങോട്ട് വിട്ടത്. എന്റെ മക്കളെ സ്ഥിതി എന്താണ് എന്ന് ആ ചെറുപ്പക്കാരന്റെ ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് അല്ലാഹുവിന്റെ സ്വർഗം നേടണമെന്ന് മോഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തന രംഗത്ത് എന്ന് പറയുന്ന ഈ പർവ്വതത്തിന്റെ മറുവശത്തിൽ നിന്ന് സ്വർഗത്തിന്റെ പരിമളമെന്റെ മൂക്കിലടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പ്രവർത്തന രംഗത്ത് മക്കള് തടസ്സമല്ല. നിന്റെ ഭാര്യ വിധവയാകുമല്ലോ എന്ന തടസ്സവും ആ പ്രവർത്തനത്തെ ബാധിച്ചില്ല. തന്റെ വീടും പറമ്പും സ്വത്തും ദുന്യാവും അല്ലാഹുവിന്റെ സ്വർഗം നേടണമെന്ന ലക്ഷ്യം ഹൃദയത്തിൽ വന്നപ്പോൾ തന്റെ ഭാര്യമാര് തനിക്ക് തടസ്സമല്ല, തന്റെ മക്കള് തനിക്ക് തടസ്സമല്ല, തന്റെ സ്വർഗം തന്റെ ദുന്യാവ് തനിക്ക് സമ്പത്ത് തടസ്സമല്ല, തന്റെ ശരീരം തടസ്സമല്ല. തന്റെ ശരീരം തന്നെ പിന്തിരിപ്പിച്ചിട്ടില്ല, അത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടാം. ദുന്യാവിന്റെ ലക്ഷ്യമാണോ നാം നേടാൻ അധ്വാനിക്കുന്നത് പതിവാണ്. ഈ ലക്ഷ്യം മറിച്ചായപ്പോ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ കണ്ടത്, സ്വാലിഹീങ്ങളുടെ ജീവിതത്തിൽ കണ്ടത്, അല്ലാഹ് നാളെ എനിക്ക് സ്വർഗം നഷ്ടപ്പെടുമല്ലോ. ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരു രാത്രി നല്ല ശുദ്ധമായ തണുത്ത വെള്ളം കുടിച്ചു. അബൂ യസീദ് അൽ ബസ്താമി നല്ല തണുത്ത വെള്ളം കുടിച്ചു. ഉറങ്ങിപ്പോയി. അന്ന് തഹജ്ജുദ് കിട്ടിയില്ല. ബാങ്ക് വിളിച്ചപ്പോഴാ ഉണർന്നത്. സുബഹി ബാങ്ക് വിളിച്ചപ്പോഴാ ഉണർന്നത്. പടച്ചവനെ, എന്റെ തഹജ്ജുദ് നഷ്ടപ്പെട്ടല്ലോ, ഒരൊറ്റ ദിവസത്തെ തഹജ്ജുദ് പോയല്ലോ. എന്താ തഹജ്ജുദ്? രാത്രി ഒന്ന് ഉറങ്ങിയതിനു ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമല്ലേ തഹജ്ജുദ്?
12 മണിക്ക് ശേഷമാകലാ ഏറ്റവും നല്ലത്. ഉറങ്ങി 10 മണിക്ക് ഉണർന്നു, 9 മണിക്ക് കിടന്നങ്ങ് ഉറങ്ങി, 10 മണിക്ക് ഉണർന്നു, തഹജ്ജുദ് നിസ്കരിക്കാം, വിരോധമില്ല. പക്ഷേ രാത്രിയുടെ 4 ഭാഗത്തിൽ അങ്ങോട്ട് വെക്കലാ നല്ലത്. 12 മണിക്ക് ശേഷമാകലാ കൂടുതൽ നല്ലത്. അതിനേക്കാൾ നല്ലത് അതിന്റെ അവസാന യാമത്തിലേക്ക് വെക്കലാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒറ്റവാക്കിൽ ഞാൻ വിശദീകരിക്കാതെ പറയുന്നു. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ചെറുപ്പക്കാരെ, അല്ലാഹു നമുക്കിത് നിലനിർത്തി പോരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സുബഹിക്ക് അല്പം മുമ്പ് ഉണരുക, അരമണിക്കൂർ മുമ്പ് ഉണരുക. എന്തെല്ലാം ഉപകരണങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ എന്തെല്ലാം ഉപകരണങ്ങളുണ്ട്. സുബഹിക്ക് നമ്മെ വിളിച്ചുണർത്താൻ പറ്റിയ ഒരു അലാറമോ ഒരു ടൈമീസോ അല്ലെങ്കിൽ ഒരു മൊബൈലിന് അലാറമോ വെച്ചിട്ട് ഒന്ന് നമ്മെ വിളിച്ചുണർത്താൻ പറ്റിയ ഒരു ഉപകരണം വാങ്ങാൻ നമുക്ക് കഴിഞ്ഞില്ലേ? സുബഹിക്കും തഹജ്ജുദിനും വിളിച്ചുണർത്താൻ പറ്റിയ അല്ലാഹു ആ സമയത്ത് നമ്മെ ഉണർത്തിയിട്ട് ആ ഇബാദത്തൊക്കെ നിലനിർത്താൻ തൗഫീഖ് നൽകട്ടെ. സുബഹിക്ക് അല്പം മുമ്പ് ഉണർന്ന് 2 റക്അത്ത് ഒളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് സുബഹി ജമാഅത്ത് ബാങ്ക് വിളിക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കലാ ഏറ്റവും അതിന്റെ പരിപൂർണ പുണ്യത്തിന്റെ രൂപം. അങ്ങനെ തഹജ്ജുദ് ഉറങ്ങിയാൽ മാത്രമേ ഉള്ളൂ. ഉറങ്ങിയില്ലെങ്കിൽ തഹജ്ജുദ് ഇല്ല. സുബഹി വരെ തഹജ്ജുദിന്റെ ടൈമുള്ളൂ. സുബഹിക്ക് ബാങ്ക് വിളിച്ചാൽ പിന്നെ തഹജ്ജുദ് നിസ്കരിക്കേണ്ട ടൈം കഴിഞ്ഞുപോയി. അബൂ യസീദുൽ ബസ്സാമി ഉണർന്നപ്പോ സുബഹിക്ക് ബാങ്ക് കൊടുത്തിട്ടുണ്ട്, തഹജ്ജുദ് പോയി. എന്തേ പോയത്? നല്ല തണുത്ത വെള്ളം കുടിച്ചു, സുഖകരമായ വെള്ളം തന്റെ വയറ്റിലേക്ക് അങ്ങ് കൊടുത്തു, താൻ ഉറങ്ങിപ്പോയി. എന്താണ് തഹജ്ജുദ് നിസ്കരിച്ചാൽ നാളെ പരലോകത്ത് അല്ലാഹു തആല എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നിർത്തും. കുറെ കാലം നിർത്തും. എത്ര കാലമാണ് മഹ്ശറയിൽ നിൽക്കുന്നത്? മഹ്ശറയിലെ ഭൂമി എന്താണ്? യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്. ഈ ഭൂമിയല്ല, ഇന്ന് ഈ കാണുന്ന ഭൂമിയല്ല മഹ്ശറിൽ. ആകാശവും ഭൂമിയുമൊക്കെ അല്ലാഹു തആല കോലം മറിച്ചു. എന്താണ് മഹ്ശറയിലെ ഭൂമി എന്ന് ഖണ്ഡിതമായ ഖുർആനിൽ നിന്നും ഹദീസിലും പറഞ്ഞു കാണുന്നില്ല. മഹ്ശറയിലെ ഭൂമി ഇന്ന രൂപത്തിലാണെന്ന് വ്യക്തമായും ഖണ്ഡിതമായും പറഞ്ഞു കാണുന്നില്ല. എങ്കിലും ചില പണ്ഡിതന്മാരൊക്കെ ചില തെളിവുകളും സൂചനകളും വെച്ച് പറഞ്ഞിട്ടുണ്ട്. ലോഹത്തകിടാണെന്ന് പറഞ്ഞവരുണ്ട്. ചെമ്പിന്റെ തകിട് പഴുപ്പിച്ചതാണത്രേ മഹ്ശറയിലെ ഭൂമി എന്ന് പറഞ്ഞവരുണ്ട്. പല അഭിപ്രായക്കാരുമുണ്ട്. എന്നാൽ ആ ലോഹത്തകിടിന്റെ മുകളിൽ നിൽക്കുമ്പോ ഒരു ചാണ് മുകളിലാണ് സൂര്യൻ ഉദിക്കുന്നത്. ഒരു ചാൺ എന്നല്ല, സൂര്യനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരും. ഒരു സുറുമക്കോലിന്റെ അത്ര സുറുമയിടാൻ വേണ്ടി ഇടുന്ന ചെറിയ അലൂമിനിയം പോലത്തെ കമ്പിയില്ലേ, ആ കമ്പി നെറുകിൽ വെച്ചാൽ തലയിൽ വെച്ചാൽ സൂര്യന്മേൽ തട്ടത്തക്ക വിധത്തിൽ അതിങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്ന് കത്തിജ്വലിക്കുന്ന അഗ്നിഗോളമാകുന്ന സൂര്യന്റെ തീഷ്ണമായ ചൂടുകൊണ്ട് പഴുത്ത ആ ചെമ്പിന്റെ പലകൾക്ക് മുകളിൽ നിൽക്കണം. വിയർപ്പിൽ കടന്ന് കടിഞ്ഞാനിടപ്പെട്ടതാണ്. കാലുമുട്ടുവരെ ഞെരിയാണിവരെ വിയർപ്പ് തളച്ചുമറിയുന്നു. കാൽമുട്ടുവരെ വിയർപ്പ്, നടുവരെ വിയർപ്പ്, പൊക്കിൾ വരെ വിയർപ്പ്, മാറുവരെ വിയർപ്പ്, കഴുത്തുവരെ പലർക്കും പല വിധത്തിലാണ്. ഈ നിലക്ക് വിയർപ്പിൽ കടന്ന് കടിഞ്ഞാണിടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലമാണ് ആ നൃത്തം? അല്ലാഹു അലം, പടച്ചവനെ അറിയുള്ളൂ. 50,000 കൊല്ലം. ഈ കൊല്ലത്തിന്റെ കണക്ക് ദുനിയാവില. രാവും പകലും സൂര്യൻ അസ്തമിച്ചാലല്ലേ രാത്രി ഉണ്ടാവുക? സൂര്യൻ ഉദിച്ചാലല്ലേ പകലുണ്ടാവുക? മഹ്ശറിയിലുണ്ടോ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു? അതുകൊണ്ട് അവിടെ രാവും പകലും പറയാൻ പറ്റൂല. രാവും പകലും പറഞ്ഞാലല്ലേ കൊല്ലം കണക്കാക്കുക? അതും പറയാൻ പറ്റൂല. പിന്നെ ഇപ്പൊ എന്തായി? 50,000 കൊല്ലം. അത് നമുക്ക് ദുനിയാവിൽ 50,000 കൊല്ലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കണക്ക് കിട്ടുമല്ലോ നമ്മൾക്ക് മനസ്സിൽ. മഹ്ശറിയിൽ 50,000 കൊല്ലം നിൽക്കുക എന്ന് പറഞ്ഞാല് അത് 50,000 എന്നുള്ള മഹ്ശറിയിൽ 50,000, ദുനിയാവിൽ 50,000, മഹ്ശറിയിൽ ഒരു ദിവസമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഇപ്പൊ ആ നൃത്തത്തിന്റെ അവസ്ഥ?
ആദം നബി അലൈഹി ഇസ്ലാമിനെ പഠിച്ച് അള്ളാഹു ദുനിയാവിക്ക് വിട്ടിട്ട് ഈ പ്രസംഗിക്കുന്ന ഞാൻ നിങ്ങൾ ഈ ഇരിക്കുന്ന മജ്‌ലിസ് വരെ 10,000 കൊല്ലമായിട്ടും കേട്ടോ. ഇപ്പോഴേക്ക് 10,000 കൊല്ലം കഴിഞ്ഞിട്ടില്ല. ആദം നബി ഭൂമിയിൽ വന്നിട്ട് ഇന്നത്തേക്ക് 10,000 കൊല്ലം കഴിഞ്ഞിട്ടില്ല. അത്രയും കാലം ഒരു മനുഷ്യന് ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ അയാൾ അവസ്ഥ ഉണ്ടാവും. ഇത്രയും കാലം ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ കിട്ടാതെ നിന്നാൽ അയാൾ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ മഹ്ശറിൽ 50,000 കൊല്ലം കണക്കൂട്ടി നോക്ക്. ഈ 50,000 കൊല്ലം എന്ന് പറയുമ്പോൾ 50,000 അല്ലേ ഉള്ളൂ എന്ന് കണക്കാക്കണ്ട. ഫിനിഷിംഗ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഏത് കാലം വരെയാണ് ആ നിൽക്കുന്നത്, നൃത്തത്തിന്റെ ഹദ് എത്രയാണ് ഒക്കെ അള്ളാഹുവിനെ അറിയുള്ളൂ. നമുക്ക് ഏകദേശം ചില ധാരണകൾ കിട്ടാൻ വേണ്ടി ചില കണക്ക് പറഞ്ഞു എന്ന് മാത്രം. അപ്പോ ഈ 50,000 കൊല്ലം കുറേ നിന്ന് വിഷമിച്ചിട്ട് നരകത്തിക്ക് പോയാലും വേണ്ടിയില്ല റബ്ബേ ഇവിടെ നിൽക്കാൻ വയ്യ എന്ന ഒരവസ്ഥ ജനങ്ങളിൽ വരും. അവര് പ്രവാചകന്മാർ നിങ്ങൾ കേട്ട് പരിചയമുള്ളതാണ്. എപ്പോഴും ഞാനതൊന്നും വിശദീകരിക്കല്ല. പ്രവാചകന്മാരൊക്കെ കൈമലർത്തി, അള്ളാഹുവിന്റെ റസൂൽ ഇടപെട്ടു ശഫാഅത്ത് നടക്കാൻ പോവാൻ. എന്താണ് ആദ്യത്തെ ശഫാഅത്ത്? എല്ലാവരെയും വിചാരണക്കെടുക്കുക. അതിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ പ്രവർത്തനം അബൂജാഹിൽ വരെ ഗുണം ചെയ്യും. കാരണം വിചാരണക്കെടുത്തൊരു തീരുമാനമാവുമല്ലോ. അപ്പോ നരകത്ത് കാണെങ്കിൽ നരകത്തേക്ക്, സ്വർഗത്ത് കാണെങ്കിൽ സ്വർഗത്തേക്ക്, ഇത് ഒന്നുമില്ലാത്തൊരു നൃത്തല്ലേ. ഈ വിചാരണക്കെടുക്കുന്നതിന് മുൻപ് അള്ളാഹു ആദ്യം ചെയ്യുന്ന പണി എന്താ? മഹ്ശറയിലെ ആദ്യത്തെ അനൗൺസ് എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ ഇടപെട്ടു. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു തിരുനോട്ടവുമില്ലാതെ നിൽക്കുന്ന നൃത്തത്തിന് അറുതി വരുത്തി ഇതൊരു തീരുമാനമെടുക്കാൻ പോവാണ്. ആ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ആദ്യത്തെ അനൗൺസ് മഹ്ശറിൽ എന്താണ്? അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അയ്നല്ലദീന കാനത് തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമാ. തഹജ്ജുദ് നിസ്കരിച്ചവരെവിടെ ഇങ്ങോട്ട് വരൂ. ഇതാണ് മഹ്ശറിൽ ആദ്യം കേൾക്കുന്ന അനൗൺസ്. കുറച്ചാൾക്കാരെ ഉണ്ടാവുള്ളൂ റസൂൽ എന്ന് പറയാ. മഹ്ശറിയുടെ പല ഭാഗത്തുനിന്ന് അവിടുന്ന് കുറച്ചാൾക്കാർ, ഇവിടുന്ന് കുറച്ചാൾക്കാർ, ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് വന്ന് നോക്കുമ്പോ കുറച്ചാളേ ഉള്ളൂ. ഇതുപോലെ അപേക്ഷിച്ച് വളരെ പരിമിതമായ ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഇത് മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിച്ച ആൾക്കാർ. ആ ആൾക്കാരെല്ലാം കൂടി ഒരുമിച്ച് കൂടിയിട്ട് അവരോട് എന്ത് പറയും? പൊയ്ക്കോ, സ്വർഗത്തിലേക്ക് പൊയ്ക്കോ. എന്നിട്ടാണ് മഹ്ശറിലെ മറ്റു തുടർ നടപടികൾ നടക്കുക. ഹിസാബ് കൂടാതെ സ്വർഗത്തിലേക്ക് പോകുന്ന കക്ഷികളാണിവർ. തഹജ്ജുദ് നിസ്കരിച്ച ഹിസാബ് കൂടാതെ സ്വർഗത്ത് പോവാം. എന്താണ് അതിന്റെ ഒരു പുണ്യം? ഈ പുണ്യം മനസ്സിലാക്കിയ അബൂ യസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹു, പടച്ചവനെ എന്റെ തഹജ്ജുദ് മുടങ്ങിയല്ലോ, ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടല്ലേ എന്റെ തഹജ്ജുദ് മുടങ്ങിയത്. ഹിസാബ് കൂടാതെ സ്വർഗത്തേക്ക് കടന്നു പോകാൻ പറ്റിയ ഒരു അമലല്ലേ എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. മേലിൽ ഈ ദുനിയാവിൽ താൻ ജീവിച്ച ശിഷ്ടകാലമത്രയും, എത്ര കാലം, കൊല്ലങ്ങളോളം ജീവിച്ചത് മുഴുവനും ഒരു മുറുക്ക് വെള്ളം ശരീരത്തിന് കൊടുത്തില്ല. അബൂ യസീദ് അൽ ബസ്താമി ഒരു മുറുക്ക് വെള്ളം കൊടുത്തില്ല, ഒരു ഔൺസ് വെള്ളം കൊടുത്തില്ല. അങ്ങനെ ശരീരത്തെ പട്ടിണി കിട്ടും. ശരീരം കുടുങ്ങി വിഷമിച്ച് മരിക്കുമെന്ന് തോന്നുന്ന സമയത്ത് സഹിച്ചോ, നീയാണ് ഈ കഷ്ടപ്പാട് വരുത്തി വെച്ചത്. ശരീരത്തോട് പറയും, ശരീരമേ ഈ കഷ്ടപ്പാട് വരുത്തി വെച്ചത് നീയാണ്, നീ സഹിച്ചോ, നീ തന്നെയാണ് ഈ ദുരന്തം വിളിച്ചു വരുത്തിയത്. നിനക്ക് ഞാൻ വെള്ളം തന്നു, നീ അത് കുടിച്ചു, സുഖമായി ഉറങ്ങി, എന്റെ തഹജ്ജുദ് മുടക്കി. അതുകൊണ്ട് ഇനി മേലിൽ നിനക്ക് വെള്ളം തരുന്ന പ്രശ്നമില്ല, സഹിച്ചോളൂ. അങ്ങനെ താൻ മരിക്കുമെന്ന് തോന്നിയാൽ അങ്ങനെ അപകടപ്പെടുത്താവൂ. മരിക്കുമെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ താൻ എന്ത് ചെയ്യും? ഒരു കപ്പ് വെള്ളമെടുത്തിട്ട് മണ്ണിലേക്കിറങ്ങും. മണ്ണിലേക്കിറങ്ങിയത് മണ്ണിലൊഴിച്ചിട്ട് ആ മണ്ണ് ഉരുട്ടി കയ്യിൽ വെക്കും. കുറച്ച് ലൂസായിട്ട്, കൂടുതൽ വെള്ളം വരും. എന്നിട്ടത് ലൂസാക്കി ഉരുട്ടി കയ്യിൽ വെക്കും. ഇതിന്റെ നനവുണ്ടാവുമല്ലോ, അത് നാവിലേക്ക് ഇങ്ങനെ തട്ടിച്ചു വെച്ചിട്ട് വലിച്ചെടുക്കും. അത് മതി, നിനക്കത് മതി. ഈ ദുരന്തം വിളിച്ചു വരുത്തിയത് നീയാണ്, നിനക്ക് ഞാൻ ഇനി അത്രേ വെള്ളം തരുള്ളൂ എന്ന് പറഞ്ഞ് അബൂ യസീദ് അൽ ബസ്താമി മരണം വരെ പിന്നെ വെള്ളം കുടിച്ചില്ല. ഇങ്ങനെ ശരീരത്തെ പട്ടിണിക്കിടാൻ എന്തേ പ്രേരണ വന്നത്? എന്റെ ആഖിറം മുടങ്ങുമോ എന്ന് പേടിച്ച്, എന്റെ സ്വർഗം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച്, തന്റെ തറവാടിന് കേടുപറ്റുന്ന ഒരു വിഷയം വന്നാൽ മാറ്റി നിർത്തും.
തന്റെ തറവാടിന് കേടുപറ്റുന്നത് ഭാര്യയാണോ മാറ്റി നിർത്തും, മക്കളാണോ മാറ്റി നിർത്തും, കുടുംബമാണോ മാറ്റി നിർത്തും, നഫ്സാണോ മാറ്റി നിർത്തും. തറവാടിന് കേടുപറ്റും. ദുന്യാവിൽ തന്നെ ചില ആളുകൾ നല്ല സ്നേഹിതന്മാരാ, എന്തൊരു സ്നേഹമാണ്, നാട്ടിൽ മുഴുവനും ഒരു ചൊല്ലാണ്. അവര് തമ്മിലുള്ള സ്നേഹം പോലെ നാട്ടുകാർക്കൊക്കെ ഒരു പറച്ചില, അത്ര സ്നേഹത്തിലാണ്. ഒരു ദിവസം നോക്കിയപ്പോ അവർ ഭയങ്കര പിണക്കത്തിൽ, അവർ തമ്മിൽ തെറ്റി. അതും നാട്ടിൽ പിന്നെ പാട്ടാവുമല്ലോ, അവര് തമ്മിൽ തെറ്റി എന്ന് പറഞ്ഞാൽ അത്രമാത്രം സ്നേഹമാണ്. പക്ഷെ എന്തേ തെറ്റിയത്? അടുത്ത് ചെന്ന് ചോദിച്ചു നോക്കിയപ്പോ അവൻ എന്റെ തറവാടിന് പറ്റാത്ത ചില വാക്ക് പറഞ്ഞവൻ. നമ്മുടെ തറവാടിന് കേടുപറ്റുന്നൊരു വാക്ക് പറഞ്ഞ ദുന്യാവിലെ മനുഷ്യനെ മാറ്റി നിർത്താമല്ലേ? മാറ്റി നിർത്തൂലേ? എന്തിനധികം ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, രാഷ്ട്രീയത്തിൽ അത് തമാശക്ക് പോലും പറയാൻ തോന്നുന്നില്ല, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി പെടുന്നത്. ഞാൻ ഏതെങ്കിലും ഭൗതികമായ ഒരു പാർട്ടിയിലാണെങ്കിൽ എന്റെ മകൻ ഞാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയ പാർട്ടിയിലല്ല മറ്റൊരു പാർട്ടിയിലാണെങ്കിൽ ആത്മാർത്ഥമായി ചിന്തിച്ചോ, ദുനിയാവിന്റെ ഭൗതിക രാഷ്ട്രീയ പാർട്ടി ബാപ്പ ഒരു രാഷ്ട്രീയത്തിലും ബാപ്പ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയത്തിൽ ആ മകൻ വന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട ഉപ്പാനിന്റെ മകനെ നീ മാറ്റി നിർത്തില്ലേ? നിന്റെ തറവാടിന് പറ്റാത്ത, നിന്റെ ഭൗതിക നിലപാടുകൾക്ക് കേട് സംഭവിക്കുന്നത് നിന്റെ മകൻ ആ പാർട്ടിയാണെങ്കിൽ നിനക്ക് മാറ്റി നിർത്താൻ സാധിച്ചു. അതേ സമയത്ത് എന്റെ സ്വർഗത്തിന് കേടുപറ്റുന്ന, എന്റെ തറവാടായ സ്വർഗത്തിന് കേടുപറ്റുന്നത് എന്റെ മകനാണെങ്കിൽ ആ മകനെ മാറ്റി നിർത്താൻ എന്തേ സാധിക്കാത്തത്? മകനെങ്ങാനും വിദ്യാർത്ഥികാരനായി പോയാൽ എന്റെ മകൻ സ്വർഗം തടയപ്പെട്ടവനാണ്, എന്നെ വിദേഹത്തിലേക്ക് അവൻ ക്ഷണിക്കുകയാണ്. ആ മകനെ എന്തേ നിനക്ക് മാറ്റി നിർത്താൻ കഴിയാത്തത്? ആലിമീങ്ങളെ ഉപദേശിച്ച് തന്നപ്പോ എന്തേ ഉൾക്കൊള്ളാൻ കഴിയാത്തത്? ദുന്യാവേ നമുക്ക് ആവശ്യമുള്ളൂ, ജീവിതത്തിന്റെ ലക്ഷ്യം നാം മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ബിദ്അത്ത് മാരക രോഗമാണ്, നമുക്ക് സ്വർഗം തടയുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്തത്. സ്വർഗത്തെ നാം ലക്ഷ്യം വെച്ചിട്ടില്ല. മകൻ വിദേഹത്തിലേക്ക് പോയപ്പോ പാപ്പാക്ക് പ്രശ്നമല്ല, മകൻ വന്നോട്ടെ, എപ്പോ വന്നാലും വാതിൽ തുറന്നു കൊടുക്കാൻ തയ്യാറാണ്. മകൻ കൊണ്ടുവരുന്ന ബിദ്അത്തിന്റെ കേസറ്റുകൾ ഇട്ട് മാപ്പയും മക്കളും കാണാനും ഉമ്മാക്ക് കാണിച്ചു കൊടുക്കാനും തയ്യാറാണ്. മോനെ ഇത് ബിദ്അത്തുകാരന്റെതാണ്, ഇത് നമ്മുടെ സ്വർഗം തടയുന്നതാണെന്ന് പറഞ്ഞ് രാഷ്ട്രീയത്തിന്റെ നിറം മാറിയപ്പോ, കൊടിയുടെ നിറം മാറിയപ്പോ നിന്റെ മകനെ മാറ്റി നിർത്തിയ പിതാവേ, മകൻ വിജയത്തിലേക്ക് പോയപ്പോ എന്തുകൊണ്ട് ആ ചെങ്കൂറ്റം നീ കാണിച്ചില്ല, നിനക്ക് കണ്ടില്ല? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ദുന്യാവേ ഉള്ളൂ, പരലോകമല്ല. പരലോക ലക്ഷ്യം വെച്ചതാണ് ശിഹാബുദ്ദീൻ അഹ്മദ് സാരിയാത്തി മാറ്റി നിർത്തിയത്. സ്വന്തം ലുത്ഫത്തിൽ നിന്ന് ജനിച്ച, സ്വന്തം ബീജത്തിൽ നിന്ന് പിറന്ന ശിഹാബുദ്ദീൻ അഹ്മദ് സാരിയാത്തി നബ്ബറല്ലാഹു മർകദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ വജമഅ ബൈനനാ വബൈനഹു ഫിൽ ജന്ന. അല്ലാഹു തആല അവരെയും നമ്മളെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. തെന്നിന്ത്യൻ മുഫ്തിയാണ്, മദ്രാസ് ഗവൺമെന്റിന്റെ ആ കാലഘട്ടത്തിലെ മുഫ്തിയാണ്. 20 രൂപ മദ്രാസ് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന മുഫ്തിയാണ്. ഇബ്നു ഹജറുൽ മക്കിക്ക് പകരം ഇന്ത്യ രാജ്യത്തെ ഇബ്നു ഹജർ എന്ന പേരിൽ അറിയപ്പെട്ട ഇബ്നു ഹജറുൽ ഹിന്ദി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 4 മദ്ഹബും അനായാസം കൈകാര്യം ചെയ്യുന്ന പണ്ഡിതനാണ് ശിഹാബുദ്ദീൻ അഹ്മദ് സാലിയാത്തി. മഹാനവറുകൾ തന്റെ മക്കളോട് വിദ്യാർത്ഥികാരുടെ പുസ്തകം വായിക്കരുത് എന്ന് പറഞ്ഞു. മക്കള് പിന്നെയും സ്വകാര്യത്തിൽ അത് വായിച്ചു. വായിക്കുന്നുണ്ടെന്ന് ആരോ പറഞ്ഞു കൊടുത്തു, കേട്ടതിന്മേൽ അമൽ ചെയ്തില്ല. തന്റെ കണ്ണിൽ കണ്ടു മക്കൾ വായിക്കുന്നത്. വിദ്യാർത്ഥികാരുടെ പുസ്തകം വായിക്കരുത് എന്നാണ് പറഞ്ഞത്. ആ മക്കള് രണ്ടും കുഞ്ഞുങ്ങളായിട്ട് തന്നെയാണ് ആ മക്കള് മരിച്ചത്. പക്ഷേ വാപ്പ പറഞ്ഞു, മക്കളെ വിദ്യാർത്ഥികാരന്റെ പുസ്തകം വായിക്കരുത്, അത് നമുക്ക് പരലോകം നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ സ്വർഗത്തിന് കേടുപറ്റും, ആ പുസ്തകം വായിക്കരുത് എന്ന് ശിഹാബുദ്ദീൻ അഹ്മദ് സാരിയാത്തി ഉപദേശിക്കുന്നു. മക്കള് പിന്നെയും വായിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ആ വാപ്പ പിടിച്ചിട്ട് മക്കളെ ബോധ്യപ്പെട്ടു, വായിക്കുന്നതായിട്ട് ബോധ്യപ്പെട്ടപ്പോൾ വാപ്പ പറയുന്നു, മക്കളെ ഇന്ന് മുതൽ എന്റെ മുഖത്ത് നോക്കൽ നിങ്ങൾക്ക് ഹറാമാണ്, എന്റെ വീട്ടിലേക്ക് കടക്കൽ നിങ്ങൾക്ക് ഹറാമാണ്,
എന്റെ സ്വത്ത് ഇന്നു മുതൽക്ക് നിങ്ങൾക്ക് ഹറാമാണ്. ഞാൻ എന്റെ വീടും പറമ്പും സ്വത്തും മുഴുവനും സുന്നത്ത് ജമാഅത്തിന് വഖഫാക്കി കൊടുത്തിരിക്കുന്നു. ചാലിയത്ത് ചെന്ന് നോക്കൂ, അവിടുത്തെ ആധാരത്തിന്റെ പകർപ്പ് എടുത്തു നോക്കൂ. അതിൽ കാണാം തന്റെ സ്വത്തിൽ നിന്ന് ഒരെണ്ണം, ഒരു ഉയർക്കിളി കഷ്ണം പോലും മക്കൾക്ക് കൊടുത്തില്ല. 2 മക്കളും സുന്നികളാണ്. സുന്നികളായിട്ടാണ് അവർ വഫാത്തായി പോയതും. പക്ഷേ ബിദ്അത്തുകാരന്റെ ബുക്ക് വായിച്ചൊരൊറ്റ കാരണത്താൽ സ്വന്തം നുതുഫത്തിൽ നിന്ന്, ബീജത്തിൽ നിന്ന് പിറന്ന മക്കളെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഈ പറമ്പിലേക്ക് ഇങ്ങോട്ട് കടക്കരുതെന്ന് പറഞ്ഞ് ആ മക്കളെ മാറ്റി നിർത്തി. ഒരു മകൻ തന്റെ ഹയാത്ത് കാലത്ത് തന്നെ മരിച്ചുപോയി. 2ാമത്തെ മകൻ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരും എലത്തൂര് എൻ അഹമ്മദ് ആജിയും ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ അഹമ്മദ് വയസ്സാരിയാത്തിയുടെ രോഗം കലശനായപ്പോൾ സമീപത്ത് നിൽക്കുന്നു. മകൻ കയറി വരുന്നു. പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പറഞ്ഞു, ശിഹാബുദ്ദീൻ തങ്ങളെ, അങ്ങയുടെ നുതുഫത്തിൽ നിന്ന് പിറന്ന പൊന്നുമോനത വന്നിരിക്കുന്നു, ഒന്ന് കാണാനുള്ള ആഗ്രഹത്തിൽ വന്നതാ. ശിഹാബുദ്ദീൻ തങ്ങൾ പറഞ്ഞു, ബിദ്അത്തുകാരന്റെ ബുക്ക് വായിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ട് അത് വായിച്ചതിന്റെ പേരിൽ പിടിച്ചു പുറത്താക്കിയതാണ് ഞാൻ. അതിന് നസുഹായ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ 2 പേരെയും സാക്ഷി നിർത്തി ഇവിടെ വെച്ച് ആവർത്തിച്ച് പറയാൻ തയ്യാറുണ്ടെങ്കിൽ ഇങ്ങ് കടന്നിട്ട് എന്റെ മുഖം കണ്ടുകൊള്ളട്ടെ, അല്ലെങ്കിൽ എന്റെ മുഖം കാണൽ എന്റെ മക്കൾക്ക് ഹറാമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തുകൊണ്ട് ഇത് ചെയ്തു? നമ്മുടെ സ്വർഗത്തെ തടയുന്നത്, നമ്മുടെ തറവാട്ടിലേക്ക് പോകുന്നതിന് കേടുപറ്റുന്നത് മക്കളെ കൊണ്ടാണെങ്കിൽ ആ മക്കളെ മാറ്റി നിർത്തുകയാണ്. നമുക്കൊന്നത് പ്രശ്നമല്ല, രാഷ്ട്രീയത്തിന് വേണ്ടി മാറ്റി നിർത്തും. ഞാൻ ഉൾക്കൊള്ളുന്നൊരു രാഷ്ട്രീയത്തിലല്ല എന്റെ മോനെങ്കിൽ എന്റെ വീട്ടിലേക്ക് ആ മകന് പ്രവേശനമില്ല. മകനെ തടഞ്ഞു, മകൻ എവിടെയോ പോയിട്ട് വയന്ന് എങ്ങനെയോ ആയിക്കോട്ടെ, പാപ്പാക്ക് പ്രശ്നമല്ലാത്ത വിധത്തിൽ ആ ഹൃദയമായി പോയില്ലേ, അത് ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ആ ഭൗതിക ലോകം മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇതൊക്കെ വിട്ടേച്ചിട്ട് നമ്മൾ പോകേണ്ടി വരികയാണ്. അതല്ല കേട്ടോ നമ്മുടെ ജീവിതം. പരലോകമാണ്, അള്ളാഹുവിന്റെ സ്വർഗമാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു തോട്ടം കാണാൻ പോയി. തന്റെ തോട്ടം, ഒരുപാട് കാലം താൻ അധ്വാനിച്ചുണ്ടാക്കിയ തന്റെ തോട്ടം കാണാൻ വേണ്ടി പോയി. ആ തോട്ടം വെള്ളം കൊടുത്ത്, വളം കൊടുത്ത്, നമ്മളൊരു ഏക്കർ തെങ്ങ് പറമ്പ് വാങ്ങിയിട്ട് തെങ്ങും തൈ വെച്ചാൽ വയസ്സന്മാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിൽ കയറും. വിശാലമായ കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് കൊത്തിക്കളച്ച് അതിൽ ഉപ്പിട്ട്, പാറയൊക്കെ കൊത്തിക്കളച്ച് ഉപ്പിട്ടിട്ട് അതൊക്കെ തെങ്ങ് വെച്ച്, തെങ്ങും തൈ വെച്ചിട്ട് അതിനെ വേരുകൾക്ക് പോകാനൊക്കെ ഉപ്പിട്ട് പാറൊക്കെ ദ്രവിപ്പിച്ച് ഒരു 4-5 കൊല്ലം കഴിയുമ്പോ ആദ്യത്തെ പൂക്കുല വന്നിരിക്കുകയാണ്, കൊതുമ്പ് വിടർന്നിരിക്കുകയാണ്, അതിൽ തേങ്ങ പിടിച്ചിരിക്കുന്നു. പള്ളിയിൽ നിന്ന് ഉസ്താദെ നമുക്കൊന്ന് പോയി കാണാം, നമ്മളെ തോട്ടം ഒന്ന് കാണാം, തേങ്ങയൊക്കെ ഒന്ന് കാണാം. എന്തൊരു സന്തോഷമായിരിക്കും. നാം കൃഷി ചെയ്ത ഭൂമിയിൽ ആ കൃഷിയുടെ ഫലം ലഭിക്കുന്ന അന്ന് ആ കർഷകന്റെ ഹൃദയം എത്രമാത്രം സന്തോഷിക്കുമെന്ന് കൃഷിക്കാർക്ക് വേഗം മനസ്സിലാവും. ഉമർ റളിയല്ലാഹു അൻഹു കാരക്കയും ഫ്രൂട്ട്സുകളും ആപ്പിൾ മുന്തിരിയും ഒക്കെ വളരുന്ന ആ തോട്ടം അതാ വെള്ളം കൊടുത്ത്, വളം കൊടുത്ത് വർഷങ്ങളായി പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂത്തുലഞ്ഞ് കുലച്ച് നിറഞ്ഞു നിൽക്കുകയാണ്. കാണാൻ പോയി. രാവിലെ ചെന്ന് നോക്കി തിരിച്ചു വന്നപ്പോൾ പള്ളിയിൽ ജമാഅത്ത് തുടങ്ങിക്കഴിഞ്ഞു. തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്ങനെ തുടങ്ങി? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഇഖാമത്ത് കൊടുത്തു. പള്ളിയിലേക്ക് വന്നു നോക്കിയപ്പോൾ ബിലാൽ മുഅദ്ദിൻ 40 ദിവസം പങ്കെടുക്കാൻ കഴിഞ്ഞോ? നരകം ഹറാമാ, പേടിക്കണ്ട. പിന്നെ മനുഷ്യൻ നരകത്തേക്ക് പോലാന്ന്. അത്രയും പുണ്യമുള്ളത്. ആ മഹാന്മാര് സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടിട്ട് സ്വർഗത്തിന്റെ പാറാവുകാരായ റിദ്വാൻ അലൈഹിസ്സലാം എന്ന മലക്കും പരിവാരങ്ങളും സ്വർഗത്തിന്റെ പാറാവുകാരായിട്ട് നിൽക്കുക. അവരെ ഏൽപ്പിച്ച ഡ്യൂട്ടിയില്ലേ സ്വർഗം കാവല് നിൽക്കുക. ഒരു കൂട്ടം ആളുകൾ ഇതാ വരുന്നു. മുഖത്ത് കാണുന്ന പ്രകാശം ഗംഭീരമാണ്. അവർ സ്വർഗത്തിലേക്ക് ഓടി തിരിച്ചു ചാടിയെന്ന് പോവാൻ. ആരാണത് എന്നവർ പോകുന്ന സ്പീഡ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത്രയും വേഗത്തിൽ സ്വർഗത്തിലേക്ക് കുതിച്ചു ചാടിപ്പോകുന്നത് കണ്ടിട്ട് മലക്കുകൾ ഇങ്ങനെ അന്തം വിട്ടിട്ട് വയ്യുമാറി നിൽക്കുന്ന അവരെ പോക്ക് കണ്ടിട്ട്, ആരാ പഠിച്ചവനെ ഈ പോണത്? ആരാ റബ്ബേ ഈ കൂട്ടര്?
പോണ മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ കഴിയൂല, അവരുടെ സ്പീഡ് എത്രയാണ്. മിന്നറിയും പ്രകാരം സ്വർഗം കാക്കാൻ വേണ്ടി റബ്ബ് നിർത്തിയ മലക്കുകൾ ഇങ്ങനെ അന്തം വിട്ടിട്ട് വഴി മാറി നിൽക്കും. എന്താണ് ആ കൂട്ടര്? ആരാ? ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ സ്വപ്പിൽ നിസ്കരിക്കാൻ അല്ലാഹു അക്ബർ പറയാനുണ്ടായാൽ അത്ര പുണ്യമാണത്. കളാക്കിയിട്ടില്ല, ഒരു റക്അത്ത് നഷ്ടപ്പെട്ട് മസ്ബൂക്കായിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോ സംഭവിച്ചു പോയത്, അല്ലാഹുവിന്റെ റസൂല് മിഹ്റാബിലേക്ക് കയറിപ്പോയി. കാല് കഴുകി പള്ളിയിൽ കയറി വരുമ്പോഴേക്ക് റസൂലുള്ള തക്ബീർ കെട്ടിപ്പോയി. ആ സാധാരണ പതിവ് പോലെ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ പറയുമ്പോ അല്ലാഹു അക്ബർ എന്ന് ഉടനെ തന്നെ പറയാൻ പതിവായിട്ട് ഉണ്ടായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു അന്ന് ഉണ്ടായില്ല. ഇത്രേ നടന്നുള്ളൂ. റസൂലുള്ള ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് താൻ കൈകെട്ടി സ്വത്തിലെത്തിയിട്ടുണ്ട്. ഒരൊറ്റ ജമാഅത്ത് മുടങ്ങിയിട്ടില്ല, അവ്വൽ വഖത്ത് മുടങ്ങിയിട്ടില്ല, ഒരു റക്അത്ത് മസ്ബൂക്കായിട്ടില്ല. ഒന്നാമത്തെ സ്വത്തിൽ താൻ സാധാരണ നിൽക്കുന്ന സ്ഥലം പോലും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ വിധത്തിൽ സംഭവിച്ചു. പള്ളിയുടെ മുറ്റത്ത് വന്നു നോക്കുമ്പോ ഇഖാമത്ത് കൊടുത്തുപോയി. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? പഠിച്ചവനെ, ഈ വിധത്തിൽ സ്പീഡ് സ്വർഗത്തിലേക്ക് കുതിച്ചു പോകുന്ന ഒരു അമല് എനിക്ക് നഷ്ടപ്പെട്ടത്, ഈ തക്ബീർ എനിക്ക് നഷ്ടപ്പെട്ട് ഈ തക്ബീർ കിട്ടിയാൽ സ്വർഗത്തിലേക്ക് പോകുന്ന രംഗമാണ് പറഞ്ഞത്. അത് എനിക്ക് നഷ്ടമായില്ലേ? എന്റെ തോട്ടം കാണാൻ പോയത് കൊണ്ടല്ലേ എനിക്ക് ആ നഷ്ടം സംഭവിച്ചത്? എന്റെ സ്വർഗത്തിന് തടസ്സമായത് ഈ തോട്ടമല്ലേ? ആ നിന്ന നിപ്പില് അത് മുഴുവനും ഒന്ന് ധർമ്മം കൊടുത്ത് എനിക്ക് വേണ്ട. അത് മുഴുവനും മുഴുവനും ഫുഖറാ ഒരു സർക്കാർ ചെയ്തുകൊണ്ട് ധർമ്മം കൊടുത്തു. എന്നിട്ടാ പള്ളി കയറിയത്. സ്വർഗത്തിന് തടസ്സം വരുന്ന ഒരു തോട്ടം എനിക്ക് വേണ്ട. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ജീവിതത്തിൽ എത്ര എന്തെല്ലാം ഹൈറാണ് തടയപ്പെടുന്നത്. നല്ല ബെഡ് വാങ്ങിക്കൊണ്ടൊന്ന് കിടന്നുറങ്ങിയ അന്ന് സുബഹി നഷ്ടപ്പെട്ടു. അതിന്റെ പേരിൽ ആ ബെഡിൽ പിന്നെ മരണം വരെ കിടന്നുറങ്ങാത്ത നാടന്മാരായ ചില മനുഷ്യന്മാരെ എനിക്കറിയാം. അവര് ബെഡ് വാങ്ങിക്കൊണ്ടുവന്നു, വീട്ടിൽ കൊടുന്നിട്ടു, ആദ്യമായിട്ടൊരു ബെഡ് കിടക്കുകയാണ്. അന്നായി കിടന്നാണ് ഉറങ്ങിയിട്ട് സുബഹി നഷ്ടപ്പെട്ടു പോയി. ആ മനുഷ്യൻ പിന്നെ ആ ബെഡിൽ കിടന്നിട്ടില്ല. ആര്? ഒരു സാധാരണ നാടൻ കാക്ക. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. ഞാൻ എല്ലാവരും അങ്ങനെ മോശക്കാരനല്ല. എത്രയോ പറയുന്ന എന്നേക്കാൾ ഇത്ര നല്ല നല്ല സ്വാലിഹീങ്ങളായ നാടന്മാരുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ഈ പറയുന്ന ബർക്കത്ത് കൊണ്ട് നന്നായി കിട്ടണം. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലാഹുവിന്റെ സ്വർഗത്തിലിരുന്ന് അല്ലാഹുവിനെ കാണലാണ്, റബ്ബിന്റെ ലിഖാആൻ, അവന്റെ പൊരുത്തമാണ്. ഒരു റുവാനുമി അല്ലാഹു അക്ബർ, അല്ലാഹുവിന്റെ പൊരുത്തമാണ് ഏറ്റവും വലുത്. അതിന് തടസ്സം വരുന്ന എന്തുണ്ടോ അതിനെ മുഴുവൻ മാറ്റി നിർത്തണം. ദുനിയാവിൽ അങ്ങനെ ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ അതിന് തടസ്സം വരുന്ന എന്തിനേയും നമ്മൾ മാറ്റി നിർത്താറുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ അല്ലാഹുവിന്റെ സ്വർഗം ലക്ഷ്യം വെച്ച നമുക്ക് അതിന് തടസ്സം വരുന്ന എന്തുണ്ടോ അതിനെ മാറ്റി നിർത്താൻ സാധിക്കണം. അങ്ങനെ ജീവിതത്തിന് ഒരു ലക്ഷ്യം വേണം. ഞാൻ ഈ വിഷയം തുടങ്ങുന്നേ ഉള്ളൂ, ടൈം കഴിഞ്ഞുപോയി.